and overcoming the Jezebel spirit. യെസബേലിന്റെ ആത്മാവിനെ തിരിച്ചറിയുവാൻ, അതിനെതിരെ പോരാടി അതിന്റെ മേൽ ജയിക്കുവാൻ ഇന്ന് സഭയെ ദൈവം ശക്തീകരിക്കും. വിശ്വസിക്കുന്നവരുടെ ആമേൻ കേൾക്കട്ടെ. ആമേൻ. സോ ചില ചോദ്യങ്ങൾ ഞാൻ ഏകദേശം 8-9 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, യെസബേലിന്റെ ആത്മാവ് എന്നാൽ എന്താണ്? 2, ഇത് ആർക്ക് വിരോധമായി ഇല്ലെങ്കിൽ എന്തിന് വിരോധമായി ഇത് പ്രവർത്തിക്കുന്നു? ഏത് തരത്തിലുള്ള അന്തരീക്ഷത്തിൽ യെസബേലിന്റെ ആത്മാവ് വർദ്ധിച്ചു വരുന്നു? യെസബേലിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? എങ്ങനെ ഒരു വ്യക്തിക്കകത്തേക്ക് ഈ യെസബേലിന്റെ ആത്മാവ് കടക്കും? ഒരു വ്യക്തിക്കകത്തേക്ക് യെസബേലിന്റെ ആത്മാവ് കടന്നാൽ അതിനെ എങ്ങനെ തിരിച്ചറിയുവാൻ സാധിക്കും? അത് വന്നു കഴിഞ്ഞാലുള്ള 4 എഫക്ട്സ് ഇല്ലെങ്കിൽ സിംറ്റംസ്, അതിന്റെ അടയാളങ്ങൾ. ഒടുവിൽ യെസബേലിന്റെ ആത്മാവിനെ നേരിടുക. അതിനെ സഭയായി നേരിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒടുവിലായി ഒരു ഡെലിവറൻസ് പ്രയർ, ഒടുവിലായി പ്രാർത്ഥിച്ച് അതിന്റെ മേൽ ജയമെടുക്കുവാൻ സഭയായി നമ്മളൊന്ന് ഒരുക്കപ്പെടുകയും. സോ ഇത്രയും വിഷയങ്ങൾ ഞാൻ കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അരമണിക്കൂർ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. അറ്റ്ലീസ്റ്റ് അരമണിക്കൂർ കൊണ്ട് നിർത്തുവാനായി ഐ ബി റഷിംഗ് ത്രൂ ഇറ്റ്. വളരെ വേഗത്തിൽ ഓടി പോകാനേ സാധിക്കത്തുള്ളൂ. അഥവാ ആർക്കെങ്കിലും നോട്ട്സ് എഴുതിയെടുക്കുവാൻ സാധിച്ചില്ലെങ്കിൽ ഡെഫിനറ്റ്ലി CD അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് ആ CDസിൽ നിങ്ങൾക്ക് ആ മെറ്റീരിയൽ ലഭിക്കുവാൻ ഇടയായി തരും. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ജെസബൽ സ്പിരിറ്റ്? യെസബേലിന്റെ ആത്മാവ് എന്നാൽ എന്ത്? യെസബേലിന്റെ ആത്മാവ് എന്ന ഒരു പൈശാചിക ശക്തിയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ബൈബിളിൽ പിശാചിന് പല പേരുകൾ ഉള്ളതായി കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എങ്ങും തന്നെ യെസബേൽ എന്ന ഒരു ആത്മാവിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. പകരം യെസബേൽ എന്നുള്ള പേരുള്ള 2 വ്യക്തികളെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടും ഒരു പൈശാചിക ആത്മാവല്ല, പകരം 2 വ്യക്തിത്വങ്ങളാണ്, 2 വ്യക്തികൾ. ഒന്ന് പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കും. വായിക്കുന്നില്ല. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം അതിന്റെ 16-ാമത്തെ അധ്യായം മുതൽ 21-ാമത്തെ അധ്യായം വരെ ഭാഗങ്ങളിൽ യെസബേൽ എന്ന വ്യക്തി, പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന ഒരു രാജ്ഞിയുടെ ചരിത്രം കാണുവാൻ സാധിക്കും. അത് ഒരു വിശ്വാസിയല്ല, ഒരു പ്രവാചകിയല്ല, അതൊരു ദൈവവിശ്വാസമുള്ള ഒരു വ്യക്തിയല്ല. പകരം ദൈവങ്ങളെ സേവിക്കുവാൻ അവരുടെ ചരിത്രം പഠിച്ചാൽ, ഒന്ന്, ദൈവത്തിന്റെ പ്രവാചകന്മാരെ തകർത്തു കളയുന്ന ഒരു സ്ത്രീയായിരുന്നു ഈ യെസബേൽ. പ്രവാചകന്മാരെ, പ്രവചന ശുശ്രൂഷ ഉള്ളവരെ സകലരെയും വാളിന് വെട്ടിക്കളയുന്ന, കൊന്നുകളയുന്ന ആത്മീയ സ്ത്രീയല്ല, പകരം അനാത്മീയമായ ഒരു സ്ത്രീയായി ഈ യെസബേലിനെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 16-ാം അധ്യായം മുതൽ കാണുവാൻ സാധിക്കും. 2, ഈ സ്ത്രീയുടെ പ്രത്യേകത, ബാലിന്റെയും മറ്റ് അന്യദേവന്മാരുടെയും പ്രവാചകന്മാരെ ആഹാരം കൊടുത്ത്, അവളുടെ മേശയിൽ നിന്നും ആഹാരം കൊടുത്ത് അവരെ പുലർത്തുന്ന, അന്യാരാധന പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വം. 3, അന്യ ആരാധനയിലേക്ക് ആൾക്കാരെ നയിക്കുവാൻ, വശീകരിച്ച് നയിക്കുവാൻ ശക്തിയുള്ള, പ്രാപ്തിയുള്ള ഒരു വ്യക്തിത്വം. അടുത്തത്, നാബോത്ത് എന്ന നീതിമാനായ വ്യക്തിയെ ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ദൈവത്തിന്റെ ദൈവികമായ അവകാശങ്ങൾ മറ്റൊരു വ്യക്തിക്ക്, മറ്റൊരു ശക്തിക്ക് വിട്ടുകൊടുക്കുകയില്ല എന്ന് ബലഹീനനെങ്കിലും വാദിച്ചു നിൽക്കുന്ന നീതിമാനായ നാബോത്തിനെ നശിപ്പിച്ചു കളയുന്ന ഒരു വ്യക്തിത്വം. ഒടുവിൽ ഏലിയാവിന് വിരോധമായി നിൽക്കുന്ന ഒരു വ്യക്തിത്വം. ഈ 5 കാറ്റഗറിയിൽപ്പെട്ട ആരും ചർച്ചകൾക്കകത്തില്ല. പലപ്പോഴും യെസബേൽ ശക്തി എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ പല ചിന്തകളാണ് വരുന്നത്. ഈ തരത്തിലുള്ള ശക്തിയുള്ളവർ, ആ താല്പര്യമുള്ളവർ സഭയ്ക്കകത്തുണ്ടോ? കുറച്ചും കൂടി വരുമ്പോൾ ചിന്തിക്കാം. സോ ബൈബിൾ പറയുന്നത് പൈശാചികമായ ഒരു ആത്മാവിനെ കുറിച്ചല്ല. ഒന്ന്, ഒരു വ്യക്തിയാണ്. 2, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ 2-ാമത്തെ വ്യക്തിയെ കുറിച്ച് കാണുവാൻ സാധിക്കും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ കണ്ട യെസബേൽ അല്ല ഇത്. മറ്റൊരു വ്യക്തിയെ കുറിച്ച് വെളിപ്പാട് പുസ്തകം, ഇത് വായിച്ച് സഹായിക്കണം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ഈ യെസബേലിനെ കുറിച്ച് കാണുവാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല, പക്ഷേ ആശയങ്ങൾ മാത്രം പിന്നത്തേതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. തുയഥൈരയിലെ സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു. സഭയുടെ ചില ഗുണങ്ങൾ, നല്ലൊരു സഭയാണിത്, വിശ്വസ്തതയും കഠിനാധ്വാനവും സകല കാര്യങ്ങളും പറഞ്ഞിട്ട് ഈ നല്ല ഗുണങ്ങൾ എല്ലാം ഞാൻ അറിയുന്നു. വായിച്ചാട്ട്. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ്, ഒന്ന്, താൻ പ്രവാചകി എന്ന് മറ്റുള്ളവർ അംഗീകരിച്ചതായിട്ടല്ല, സ്വയമേ സെൽഫ് ഡിക്ലെയർഡ്,
ഞാൻ പ്രവാചകിയാണ് എന്ന് പറയുന്ന പ്രവാചകിയായ ഒരു വ്യക്തിത്വം. വായിച്ചാട്ട്. ദുർനടപ്പാചരിപ്പാനും. 2, ദുർനടപ്പാചരിക്കുന്ന ഒരു വ്യക്തിത്വം. 3, വിഗ്രഹാർപ്പിതം തിന്മാനും. അന്യാരാധനയിലേക്ക് ആൾക്കാരെ നയിക്കുന്ന ഒരു വ്യക്തിത്വം. തുടർന്ന് വായിച്ചാട്ട്. എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. അടുത്ത ലെവലിലോട്ട് വരുമ്പം ഡെഫിനറ്റ്ലി ഇത് ഞാൻ ടച്ച് ചെയ്യും. പക്ഷേ ആ സമയം ഈ വാക്യം വായിക്കുവാനുള്ള സമയം കാണത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തേ ഉള്ളൂ. അങ്ങനെ ഒരു സ്ത്രീയെ നീ പ്രൊമോട്ട് ചെയ്തെന്നല്ല, നീ അവളെ പിടിച്ച് സ്റ്റേജിൽ കയറ്റിയെന്നല്ല, നീ അവളെ പിടിച്ചു വലിയ സ്ഥാനമാനങ്ങൾ കൊടുത്തെന്നല്ല, അവൾ ആലയത്തിന്റെ അകത്ത് തുടരുവാൻ നീ സമ്മതിച്ചു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. വായിച്ചാട്ടെ. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും. അങ്ങനെയുള്ളവർക്ക് മാനസാന്തരപ്പെടുവാൻ ദൈവം സമയം നൽകും. വായിച്ചാട്ടെ. ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. ഒരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ഞാൻ പിന്നത്തേതിൽ when I come to how to identify ചില കാര്യങ്ങൾ വരുമ്പോൾ, ചിലരുടെ ജീവിതത്തിൽ ഡെഫിനറ്റായി ഒരു മരണക്കിടക്കയും വല്ലാത്ത സാഹചര്യങ്ങളും വരുന്നതായി ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. ഈ വാക്യങ്ങൾ അപ്പോൾ വായിക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് ജസ്റ്റ് മനസ്സിൽ വെച്ചാൽ മതി. വായിച്ചാട്ടെ, തുടർന്ന് വായിച്ചാട്ടെ. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തതും തുയഥൈരിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. ഈ സഭയ്ക്കകത്ത് ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിലും ആ വ്യക്തിത്വത്തിന്റെ പ്രഭാവം ഇല്ലെങ്കിൽ ആ വ്യക്തിത്വത്തിന്റെ ഇൻഫ്ലുവൻസ്, സ്വാധീനം അല്പം പോലും അംഗീകരിക്കാത്ത മറ്റൊരു കൂട്ടം ആൾക്കാർ അതേ സഭയ്ക്കകത്തുണ്ട്. സോ ഒരു സഭയ്ക്കകത്ത് ഒരു വശത്ത് ഒരു കമ്പാർട്ട്മെന്റ്, ഒരു വശത്ത് ഇതാ വല്ലാത്ത കാര്യങ്ങൾ നടക്കുന്ന ഒരു വശമുള്ളപ്പോൾ അതേ സഭയ്ക്കകത്ത് ഇതൊന്നും അറിയാത്ത മറ്റൊരു കൂട്ടവുമുണ്ട്. അവരവർക്ക് ആവശ്യമുള്ള പ്രതിഫലം തരും. ഈ 2 ഭാഗങ്ങളിൽ മാത്രമേ പ്രധാനമായി ചരിത്രപരമായി ഈ രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുന്നുള്ളൂ. പക്ഷേ മറ്റു പല ഭാഗങ്ങളിൽ യെസബേലിനെ കുറിച്ച് 2 രാജാക്കന്മാരുടെ പുസ്തകം വ്യത്യസ്ത ഭാഗങ്ങളിൽ പല ആശയങ്ങൾ കാണുവാൻ സാധിക്കും. വാക്യങ്ങൾ ഇനിയും ഒറ്റയൊരെണ്ണം പോലും വായിക്കുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ ഇവിടെ അഡ്രസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരിടാൻ പോകുന്നത് യെസബേൽ എന്ന പേരുള്ള ഒരു വ്യക്തിയെ കുറിച്ചല്ല, ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചല്ല. പകരം സഭ, ആഗോള വ്യാപകമായിട്ടുള്ള സഭ, ഈ സ്വഭാവ ഗുണത്തിൽ സഭയ്ക്കകത്ത് വ്യാപരിച്ചു വരുന്ന ഒരു പൈശാചിക മണ്ഡലത്തെയാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ബൈബിളിൽ ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ബൈബിളിൽ യെസബേൽ എന്ന പേരിൽ ഒരു ആത്മാവിനെ കാണുവാനില്ല. നോ ഈവിൾ സ്പിരിറ്റ്, നോ ഡിമോണിക് സ്പിരിറ്റ് ബൈ ദാറ്റ് നെയിം. ആ പേരിൽ ഒരു പൈശാചിക മണ്ഡലത്തെ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ കാണുവാൻ സാധിക്കുന്നില്ല. പക്ഷേ ചില സ്വഭാവ ഗുണങ്ങളുള്ള ഒരു പൈശാചിക മണ്ഡലത്തെ, ഒരു പൈശാചിക ശക്തിയെ, സഭയ്ക്കുള്ളിൽ വ്യാപരിക്കുന്ന ഒരു ശക്തമായ ഒരു പൈശാചിക മണ്ഡലത്തെയാണ് നമ്മൾ ഇന്ന് യെസബേലിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടിയായി 5 മിനിറ്റ് കഴിഞ്ഞു. 10 ചോദ്യങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് മറുപടി പറഞ്ഞാൽ 1 മണിക്കൂറെങ്കിലും വേണ്ടി വരും മിനിമം. ലെറ്റ് മീ റഷ് ത്രൂ ഇറ്റ്. ഒന്ന്, ഒരു വ്യക്തിയല്ല, ബൈബിൾ പഠിപ്പിക്കുന്ന വ്യക്തിത്വങ്ങളല്ല, പകരം ആത്മീയ ശക്തിയാണ് യെസബേലിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഹൂ ഓർ വാട്ട് ഡസ് ഇറ്റ് ടാർഗറ്റ്? ഇതാരെയാണ് ആക്രമിക്കുവാൻ, പിടിക്കുവാൻ ഈ യെസബേലിന്റെ ശക്തി അകത്തേക്ക് വരുന്നത്? ഞാൻ 6 വ്യത്യസ്ത ഗ്രൂപ്പ്സിനെ ടച്ച് ചെയ്യാൻ പോകുകയാണ്. 6 വ്യത്യസ്ത ഗ്രൂപ്പ്സിലുള്ളവർക്ക് വിരോധമായി, അവരെ സ്വാധീനിക്കുവാൻ, അവർക്ക് വിരോധമായി, അവരുടെ ജീവിതത്തെ പിടിച്ചടക്കുവാൻ ഈ യെസബേൽ ശക്തി വരും. ഒന്ന്, വ്യക്തിപരമായി, വ്യക്തികൾക്ക് വിരോധമായി യെസബേൽ ശക്തി ഉയരും. ഏലിയാവിന് വിരോധമായി ഒരു യെസബേലിന്റെ ശക്തി ഉയർന്നു. അധികം ഉദാഹരണങ്ങളിലേക്ക് കടക്കുന്നില്ല. വ്യക്തികൾക്ക് വിരോധമായി ഒരു കാര്യം മറക്കല്ല, നിങ്ങൾ ഒരുപക്ഷെ ഒരു പാസ്റ്റർ ആയിരിക്കും, ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കും, ഏരിയ ലീഡർ ആയിരിക്കും, വിശ്വാസിയായിരിക്കും, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ലീഡർ ആയിരിക്കും. ഇറ്റ് ഡസന്റ് മാറ്റർ. വ്യക്തിപരമായി നിങ്ങൾക്ക് വിരോധമായി ഈ യെസബേൽ ഉയരുവാൻ സാധ്യതയുണ്ട്. 2, കുടുംബങ്ങൾക്ക് വിരോധമായി യെസബേലിന്റെ ശക്തി ഉയരും. സഭയ്ക്ക് വിരോധമായിട്ടല്ല, ചെറിയ സ്മോൾ ഫാമിലീസ്. പക്ഷേ എന്റെ ഭവനത്തിന്റെ അകത്ത് എത്രയോ ഫാമിലീസ് കൗൺസിലിംഗിന് വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാവും, ഇത് യെസബേലിന്റെ ശക്തി ആ കുടുംബത്തിൽ ധാരാളം വർദ്ധിച്ചു വരികയാണ്. യെസബേലിന്റെ ശക്തികൾ കുടുംബത്തിന്റെ അകത്ത് വ്യാപരിക്കുവാൻ ഇടയായിത്തീരും. 3, വർക്ക് പ്ലേസ്, ജോലി ചെയ്യുന്ന സ്ഥലത്ത് യെസബേലിന്റെ ശക്തികൾ വരും. പലരുടെയും ജോലി സ്ഥലത്ത് യെസബേലിന്റെ ശക്തി വർദ്ധിച്ചു വന്നിട്ട് അതിനെ കണ്ടുണരുവാൻ കഴിയാതെ അതിന് കീഴ്പ്പെട്ടു പോകുന്ന പലരുമുണ്ട്. യെസബേൽ ശക്തികൾ വ്യക്തി ജീവിതത്തിന് വിരോധമായി കുടുംബങ്ങൾക്കകത്ത്, ജോലി സ്ഥലത്ത്. അടുത്തത് 4-മത്തേത്, ചെറിയ ഗ്രൂപ്പ്സിൽ.
ഒരു ഏരിയയിലായിരിക്കും, സുൽത്താൻ പാളയം ഏരിയ, കെമ്പപ്പുര ഏരിയ. വർഷിപ്പ് ടീം ഇല്ലെങ്കിൽ റിസപ്ഷൻ ടീം, ചെറിയ ഗ്രൂപ്പ്സിന്റെ അകത്ത് യെസബേലിന്റെ ശക്തികൾ ഉണരും. അതുകൊണ്ട് വർഷിപ്പ് ടീം നോക്കുന്നവർ, റിസപ്ഷൻ ടീം നോക്കുന്നവർ, ഏരിയാസ് നോക്കുന്നവർ, ചെറിയ ഗ്രൂപ്പ്സിന്റെ നേതൃത്വം വഹിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ചെറിയ ഗ്രൂപ്പുകൾക്കകത്ത് യെസബേലിന്റെ ശക്തികൾ ഉണരുവാൻ സാധ്യതയുണ്ട്. അടുത്തത് സഭയ്ക്കകത്ത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, ഒരു സഭയ്ക്കകത്ത് ഒരു യെസബേലിന്റെ ശക്തി ഉണർന്നു വന്നു. സഭയ്ക്കകത്ത് ബഥേലേജ് ചർച്ച ആയിരിക്കും, ഇവിടെ അനേക ശുശ്രൂഷകന്മാരിയ്ക്കുന്നുണ്ട്, വ്യത്യസ്ത ഭാഷകൾ നയിക്കുന്നവരിയ്ക്കുന്നുണ്ട്. സഭയ്ക്കകത്ത് യെസബേലിന്റെ ശക്തികൾ ഉണരുവാൻ സാധ്യതയുണ്ട്. ഒടുവിലായി രാജ്യത്തിൽ ഇല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ യെസബേൽ ശക്തി, പഴയ നിയമത്തിൽ കാണുന്ന യെസബേലിനെ പോലെ ഒരു വ്യക്തി ഉയരുവാൻ സാധ്യതയുണ്ട്. 2, ഇത് ആർക്ക് വിരോധമായിട്ടാണ് വരുന്നത്? സാധാരണഗതിയിൽ പല സഭകളിലും പറഞ്ഞു കേട്ടിട്ടുള്ളത്, അറ്റ്ലീസ്റ്റ് ഞാൻ ചില വർഷങ്ങൾക്ക് മുൻപ് വിശ്വസിച്ചത്, സഹോദരിമാരെ മാത്രം സ്വാധീനിക്കുകയും ബാധിക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയാണ് യെസബേൽ ശക്തി എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പലരും അങ്ങനെ ധരിച്ചിരിക്കുന്നത്. ഇറ്റ്സ് വെരി ട്രൂ. പലപ്പോഴും സഹോദരിമാരുടെ മേൽ ഈ ശക്തിക്ക് അധികം സ്വാധീനം കാണുന്നെങ്കിലും സഹോദരിമാരെയും സഹോദരന്മാരെയും ഒരുപോലെ സ്വാധീനിക്കുവാൻ പരിശ്രമിക്കുന്ന ഒരു ശക്തിയാണ് യെസബേൽ ശക്തി. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും യെസബേൽ എന്ന പേരുള്ള 2 സ്ത്രീകൾ, അവളുടെ സ്വഭാവങ്ങൾ എടുത്തു പഠിച്ചാലും സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും ഈ ശക്തിക്ക് സ്വാധീനം ചെലുത്തുവാൻ താല്പര്യമുണ്ട്, പരിശ്രമിക്കും എന്ന് മറക്കരുത്. പ്രധാനപ്പെട്ട ഒരു ഡേഞ്ചർ ഇംഗ്ലീഷിൽ വായിച്ചിട്ട് ഞാൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. It tries to enter into the lives of good people who do not know how to fight back. തിരിച്ച് യുദ്ധം ചെയ്യുവാൻ, പോരടിക്കുവാൻ അറിയാൻ വയ്യാത്ത ദുഷ്ടന്മാരിലല്ല, അശുദ്ധന്മാരിലല്ല, നല്ല വ്യക്തികളിൽ ഇത് കടക്കുവാൻ പരിശ്രമിക്കും. മനസ്സിലാകുന്നവർ ഒന്ന് കരമുയർത്തി കാണിച്ചാട്ടെ. ഗുഡ്, താങ്ക് യു. ആരും വിചാരിക്കല്ല ദുഷ്ടന്മാരിൽ മാത്രമേ ഇത് കടക്കത്തുള്ളൂ, അവിശ്വാസികളിൽ, ദുർനടപ്പാചരിക്കുന്നവരിൽ. നോ, നമ്മളത് കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകും, പലപ്പോഴും നമ്മുടെ കണ്ണുകളെ കുരുടാക്കി കഴിഞ്ഞാൽ ഇത് നമ്മുടെ അകത്തേക്ക് വരുവാൻ പരിശ്രമിക്കും. കാര്യം നല്ല വ്യക്തികളിൽ ഇത് കടക്കുവാൻ പരിശ്രമിക്കും. പലപ്പോഴും സഭയ്ക്കകത്ത് നല്ല വ്യക്തികൾക്കകത്താണ് ഇത് കടന്നു വരുന്നത്. അവരുടെ പ്രശ്നം, ഇവർ പോരിടുവാൻ അവരുടെ വിരലുകൾക്ക് അഭ്യാസമില്ല. യുദ്ധം ചെയ്യുവാൻ ശത്രുവിന്റെ യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ ഇവർ പഠിച്ചിട്ടില്ല, അവർ അഭ്യസിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടുന്ന് വലിയൊരു ശക്തി വരുന്നു, ഇവിടുന്ന് ഒരു ആഭിചാരം വരുന്നു, മന്ത്രവാദം വരുന്നു, രോഗം വരുന്നു എന്ന് യുദ്ധം ചെയ്യുവാൻ, പോരടിക്കുവാൻ ഒരു വശത്തോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ ശത്രുവിന്റെ യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ അറിയാത്ത ഇവർ ഒരു വശത്തോട്ട് മാത്രം നോക്കി നിൽക്കുമ്പോൾ അവരറിയാതെ അവരുടെ പുറകെ കടന്നു വന്ന് ഈ നല്ല വ്യക്തികളെ, യുദ്ധത്തിന്റെ അഭ്യാസമില്ലാത്തവരെ, വിരലുകൾ പോരിനായി അഭ്യസിപ്പിക്കപ്പെടാത്തവരെ ഈ യെസബേലിന്റെ ശക്തി വന്ന് കീഴ്പ്പെടുത്തുവാൻ പരിശ്രമിക്കുന്നു. ഒന്നിൽ അവർക്ക് വിരോധമായി നിൽക്കും, ഇല്ലെങ്കിൽ അവരെ കീഴടക്കും, അവരുടെ ഉള്ളിലേക്ക് കടക്കും. സാധാരണഗതിയിൽ സഹോദരിമാരിൽ, ചിലപ്പോൾ സഹോദരന്മാരിലും, പക്ഷേ നല്ല ആൾക്കാരിലും തിരിച്ച് യുദ്ധം ചെയ്യുവാൻ അറിയാൻ വയ്യാത്തവരിൽ ഈ യെസബേലിന്റെ ശക്തി കടന്നു വരുവാൻ സാധ്യതയുണ്ട്. അടുത്തൊരു സെന്റൻസ് വായിക്കട്ടെ. It can come in unaware into a person who is genuinely sincere in serving God. ശ്രദ്ധിച്ചു കേൾക്കണം. ഏറ്റവും വലിയ ഡേഞ്ചർ, ദൈവത്തെ സേവിക്കുവാൻ ആഗ്രഹിക്കുകയും ആത്മാർത്ഥമായി ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കണം എന്നാഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ അകത്താണ് പലപ്പോഴും ഈ യെസബേൽ കടക്കുവാൻ പരിശ്രമിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്ക്. വെളിപ്പാട് പുസ്തകത്തിൽ തുടക്കത്തിൽ ആത്മീയ ഭാവമില്ലാത്ത ഒരു യെസബേൽ എന്ന സ്ത്രീ വന്നായിരുന്നെങ്കിൽ സഭയ്ക്കകത്ത് അനുവദിക്കത്തില്ല. ആത്മീയ കാഴ്ചപ്പാടിൽ, ആത്മീയ പേരിൽ ആ മുഖമൂടി ഇട്ടുകൊണ്ട് വന്നില്ലെങ്കിൽ സഭയ്ക്കകത്ത് ഇവളുടെ പരിപാടികൾ അറിയാൻ വയ്യാത്തവരാണെങ്കിലും ഇവളെ അനുവദിക്കത്തില്ല. പക്ഷേ തുയത്രയ സഭയിൽ ഇവൾ അകത്ത് കടന്നു വരുവാൻ ഇവൾക്ക് സാധിക്കുവാൻ കാരണമെന്ത്? ആത്മീയത്തിന്റെ മുഖംമൂടിയുണ്ട്. ദൈവത്തെ സേവിക്കുന്നു, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു, തീഷ്ണതയോടെ ശുശ്രൂഷകൾ ചെയ്യുന്നു എന്നുള്ള ഒരു ഭാവത്തിൽ, എന്നുള്ള ഒരു എന്താ പറയുന്ന മാസ്ക്, മുഖം മൂടിയിട്ട് നിൽക്കുന്നതും കൊണ്ട് ആർക്കും തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. ആത്മാർത്ഥമായി ദൈവത്തെ സേവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ ഇത് കടന്നു വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശത്രുവിന്റെ പോരിന്റെ ആയുധങ്ങൾ, അവന്റെ തന്ത്രങ്ങൾ അറിയാത്തവരായി നമ്മൾ അവന്റെ പിടിയിൽ അകപ്പെട്ടു പോകരുത്. ആമേൻ. ഉറങ്ങിപ്പോയോ? പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ ജോൺ പോൾ ജാക്സൺ എന്ന പേരിൽ ഒരു പാസ്റ്റർ വളരെ അധികം, ഞാൻ മണിക്കൂറുകൾ ഇതിന്റെ പിൻപിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെലവഴിച്ചു.
അനേക ദേവദാസന്മാരുടെ മെസ്സേജുകൾ, അവരുടെ എഴുത്തുകൾ, ഒത്തിരി കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് ഇന്ന് അരമണിക്കൂർ നാം കംപ്രസ് ചെയ്യുവാൻ ഞാൻ പരിശ്രമിക്കുന്നത്. പാസ്റ്റർ ജോൺ പോൾ ജാക്സൺ എന്ന പേരിൽ ഒരു കർത്താവിന്റെ ദാസൻ എഴുതിയിരിക്കുന്ന ഒരു ലൈൻ ഞാൻ വായിക്കട്ടെ. Jezebel spirit most frequently infiltrates ministries that are prophetic and intercessory. ലോകവ്യാപകമായി പ്രാവചനിക ശുശ്രൂഷ ചെയ്യുന്നവരും അതുപോലെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശുശ്രൂഷ ചെയ്യുന്നവരും, ബethel AG ചർച്ചിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ആത്മീയ കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെയും, പ്രയർ ടവറിലിരിക്കുന്നവരെയും, ചെയിൻ പ്രയറിലിരിക്കുന്നവരെയും ടാർഗറ്റ് ചെയ്താണ് ഈ ശക്തി ഏറ്റവും അധികം കടന്നു വരുന്നത്. അവരെ പിടിക്കാൻ പറ്റുമോ? അവരുടെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുമോ? പലപ്പോഴും ഇതിന്റെ റിസൾട്ട് എന്താണ്? ഒന്ന്, ഇറ്റ് സ്ലോസ് ഡൗൺ ദ മൂവ്മെന്റ്. ദൈവം ചെയ്തെടുക്കുന്ന പ്രവർത്തികളെ, ഒരുപക്ഷേ നിങ്ങളുടെ സഭയിൽ വലിയൊരു ഉണർവ് നടക്കുകയായിരിക്കും, ഒരുപക്ഷേ വർഷിപ്പ് ടീമിൽ ഒരു ഉണർവ് നടക്കുകയായിരിക്കും, ഒരുപക്ഷേ റിസപ്ഷൻ ടീമിൽ ഒരു വർധനം നടക്കുകയായിരിക്കും, ഒരുപക്ഷേ നിങ്ങളുടെ ഏരിയയിൽ പുതിയ ആത്മാക്കൾ വരികയായിരിക്കും. പെട്ടെന്ന് അവിടുത്തെ വേലയെ നിർത്തിക്കളയുവാൻ, അതിന്റെ വേഗതയെ ഇല്ലാതാക്കി കളയുവാൻ ഈ ശക്തി വിരോധമായി നിൽക്കും. സ്ലോ ഡൗൺ. 2, കഴിയുമെങ്കിൽ അതിനെ പൂർണ്ണമായി നിർത്തിക്കളയുക. ഇതിന്റെ അകത്ത് പലരോടും ചോദിച്ചാൽ പലർക്കും അറിയാം, എത്രയോ സ്ഥലങ്ങളിൽ വർദ്ധിച്ചു വന്ന വേലകൾ അതുപോലെ അങ്ങ് നിന്നുപോയി. ഉണർന്നു വന്ന വേലകൾ സ്ലോ ഡൗൺ ആയെന്ന് മാത്രമല്ല, ഇല്ലാതായിപ്പോയി. കാര്യം എന്താ? അറിയാതെ യെസബേലിന്റെ ശക്തി വന്നു, തിരിച്ചറിയാതെ അതിനെ അനുവദിച്ചു, അതിനെതിരെ ഫൈറ്റ് ചെയ്തില്ല, അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല, അതിന് സ്ഥാനമാനങ്ങൾ കൊടുത്തില്ല, അതിന് വലിയ അധികാരം കൊടുത്തില്ല, പക്ഷേ അതിനെ അനുവദിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അത് സഭയെ ഇല്ലാതാക്കി കളഞ്ഞു. രണ്ടാമത്തെ ചോദ്യത്തിന്റെ മറുപടി കഴിഞ്ഞ് 10 മിനിറ്റ് എടുത്തു. 15 മിനിറ്റ് കഴിഞ്ഞ്, ഇനി 15 മിനിറ്റേ ഉള്ളൂ. ആരെയാണിത് നേരിടുന്നത്? വ്യക്തിപരമായി, കുടുംബങ്ങളിൽ, ജോലി സ്ഥലത്ത്, ചെറിയ ഗ്രൂപ്പിൽ, സഭയിൽ, അതുപോലെ രാജ്യത്തിൽ. നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തത്, when does Jezebel spirit prosper? യെസബേലിന്റെ ആത്മാവ് വർദ്ധിച്ചു വരുവാൻ എവിടെയാണ് അതിന് സ്ഥാനവും അവസരവും ലഭിക്കുന്നത്? നമ്മള് ബ്രെഡ് എടുത്ത് വെറുതെ വെച്ചാൽ അതിന്റെ മണ്ടയിൽ ഫംഗസ് പിടിക്കും. തുറന്നു വെച്ചാൽ മതി. അതിനുള്ള അന്തരീക്ഷം വന്നു കഴിഞ്ഞാൽ അത് തന്നെ വളരും. പാല് വെളിയിൽ വെച്ചു കഴിഞ്ഞാൽ അത് തന്നെ പിരിഞ്ഞു പോകും. കാര്യം അതിൻ്റെ അകത്ത് വളരുന്ന ചില ബാക്ടീരിയ, വ്യത്യസ്ത ആഹാര വസ്തുക്കൾക്കകത്ത് വളരുന്ന ഫംഗസ്, ഇതൊക്കെ വളരുവാൻ ആവശ്യമുള്ള അന്തരീക്ഷം ലഭിച്ചു കഴിഞ്ഞാൽ അത് തന്നെ വളർന്നു വരും. ഫ്രിഡ്ജിന്റെ അകത്ത് വെച്ചാൽ അത് വരത്തില്ല എന്ന് പറഞ്ഞതുപോലെ ചില സാഹചര്യങ്ങളിൽ മാത്രമേ ഈ യെസബേലിന്റെ ശക്തി വളരുകയുള്ളൂ. എവിടെയാണ് യെസബേലിന്റെ ശക്തി വളരുന്നത്? ഒന്ന്, യെസബേലിന്റെ ശക്തി വളരണമെങ്കിൽ ഒരു ആഹാബ് ഉണ്ടെങ്കിലേ യെസബേലിന്റെ ശക്തിക്ക് വളരുവാൻ സാധിക്കത്തുള്ളൂ. ആഹാബ് ഇല്ലാത്തടത്ത് യെസബേൽ വളരുകയില്ല. ആഹാബ് എന്നാൽ എന്താ? ഒരു വ്യക്തിയല്ല, ആ പേരിലുള്ള ഒരു മനുഷ്യനല്ല, പകരം ഒരു മനോഭാവത്തെ ആഹാബ് എന്ന വാക്കുകൊണ്ട് ചിത്രീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആഹാബ് എന്ന മനോഭാവം എന്ത്? ആഹാബുമാരില്ലെങ്കിൽ എന്ത് സംഭവിക്കും? 2 ചോദ്യത്തിന് മറുപടി പറയാം. ഒന്ന്, ആഹാബ് ഉണ്ടെങ്കിൽ മാത്രമേ യെസബേലിന് ക്രെഡിബിലിറ്റി, ക്രെഡിബിലിറ്റി, ആധികാരികത ലഭിക്കുന്നുള്ളൂ. യെസബേൽ ഇസ്രായേലിൽ വന്ന് എന്തെങ്കിലും ചെയ്താൽ ആൾക്കാർ കല്ലെറിഞ്ഞു കൊന്നുകളയും. പക്ഷേ ആഹാബ് ഉണ്ടെങ്കിൽ ആഹാബിന്റെ മുദ്രാമോതിരം കൊണ്ട് പലതും ഇവൾ സ്ഥാപിച്ചെടുക്കും. ആഹാബ് ഉണ്ടെങ്കിലേ യെസബേലിന്റെ ശക്തിക്ക് വളരുവാൻ സാധിക്കുകയുള്ളൂ. അവൾക്ക് അധികാരം അപ്പോഴേ ലഭിക്കത്തുള്ളൂ. അവൾക്ക് credibility. What do you call for credibility? Can somebody help me? Credibility. അവളെ ആൾക്കാർ അംഗീകരിക്കണമെങ്കിൽ ഒരു ആഹാബ് അടുക്കൽ വേണം. ആഹാബിനെ ആരും തെറ്റിദ്ധരിക്കല്ല. ആഹാബ്, പലരുടെയും വിചാരം ആഹാബ് ഒരു വളരെ വീക്ക് ഒരു മനുഷ്യനായിരുന്നു, ബലഹീനനായിരുന്നു. ആഹാബിന്റെ ധൈര്യമില്ലായ്മ, കൊളോക്കിയൽ ഭാഷയിൽ പറഞ്ഞാൽ, ഇല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സഭയ്ക്കകത്ത് പുൾപിറ്റിൽ നിന്ന് സംസാരിക്കുന്ന ഭാഷ അല്ലെങ്കിലും വെളിയിൽ പറഞ്ഞാൽ, യെസബേൽ വീട്ടിൽ പാന്റ് ഇടും, ആഹാബ് വീട്ടിൽ സാരി ഉടുക്കും. ആ ടൈപ്പ് ഫാമിലി അല്ല. കാരണം ആശയം മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. കൊളോക്കിയൽ ഭാഷയിൽ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ അല്ലായിരുന്നു. ആഹാബ് വളരെ ശക്തനായിരുന്നു. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഭൂമി യുദ്ധം ചെയ്ത് പിടിച്ചെടുത്തതാരാ? ശലോമോൻ രാജാവായിരുന്നു. രണ്ടാമത്തെ സ്ഥാനം വരുന്നത് ആഹാബിന്. ഏറ്റവും അധികം യുദ്ധങ്ങൾ ചെയ്ത്, ഏറ്റവും അധികം സ്വാധീനം ചെലുത്തി, ഏറ്റവും അധികം അധികാരം സ്ഥാപിച്ച, ദാവീദിനേക്കാൾ അധികം സ്വാധീനം ചെലുത്തിയ ഒരു മനുഷ്യനായിരുന്നു ആഹാബ്. അവന്റെ അധികാരവുമോ അവന്റെ ധൈര്യമോ അവന്റെ സ്ഥാനമോ നിസാരമാണെന്ന് വിചാരിക്കരുത്. ശലോമോൻ കഴിഞ്ഞാൽ ഏറ്റവും മഹത്വകരമായ ഒരു രാജ്യം നടത്തിയ ഒരു മനുഷ്യനായിരുന്നു ആഹാബ്. പാപം ചെയ്ത് അത് വേറെ വിഷയം.
പക്ഷെ അവന്റെ കറേജ്, അവന്റെ ധൈര്യം, അവന്റെ ആ ചങ്കൂറ്റം ഒക്കെ ഭയങ്കരമായിരുന്നു. അതുപോലത്തെ ഒരു കോൺകറർ, വളരെ കാര്യങ്ങളെ പിടിച്ചടക്കിയ ആഹാബാണെങ്കിലും യെസബേല് എങ്ങനെ പ്രവർത്തിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻസിൽ ആൻസർ വരുമ്പോൾ മനസ്സിലാകും. അതുപോലൊരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ മാത്രമേ യെസബേലിന് ഉയരുവാൻ സാധിക്കുകയുള്ളൂ. ആഹാബിന്റെ മനോഭാവം ഒന്ന്, ഹീസ് വെരി പാസീവ്. പാസീവ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറയാം. ഇന്നലെ രാത്രിയിൽ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു. കമ്മിറ്റി മീറ്റിംഗിൽ ചിന്തിച്ച ചില കാര്യങ്ങൾ, ശനിയാഴ്ച വരുന്ന മീറ്റിംഗ് എങ്ങനെയാണ് നടത്തുന്നത്, ഞായറാഴ്ച വരുന്ന ആരാധന എങ്ങനെയാണ് നടത്തുന്നത്, കാര്യം എല്ലാ ഭാഷക്കാരും വരുന്നുണ്ട്, എത്ര സമയം ആർക്ക് കൊടുക്കണം, എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം. വരുവാനുള്ള കാര്യങ്ങൾ നേരത്തെ ആലോചിച്ച് ചിന്തിച്ച് ചെയ്യുന്ന ഒരു മനോഭാവത്തെയാണ് പ്രോ ആക്റ്റീവ് എന്ന് പറയുന്നത്. പക്ഷേ ആഹാബിന്റെ പ്രത്യേകത വരുന്നിടത്ത് വെച്ച് കാണാം, പാസീവ് മൈൻഡ്. വരുന്നിടത്ത് വെച്ച് കാണാം, ആക്റ്റീവായി മുൻപിൽ വരുന്ന കാര്യങ്ങൾ ചിന്തിക്കുവാൻ കഴിയാതെ ഉറങ്ങിക്കഴിഞ്ഞാൽ ആഹാബിന്റെ മനോഭാവം ഉണരുകയാണ് എന്ന് മറക്കരുത്. ആഹാബ് ഉള്ളിടത്തെ യെസബേലിന് ഉയരുവാൻ സാധിക്കുകയുള്ളൂ. പാസീവ് മൈൻഡ്. 2, അവോയ്ഡ്സ് കോൺഫ്രണ്ടേഷൻ. ഒരു ഏറ്റുമുട്ടലിന്റെ സാധ്യത വന്നാൽ പറയും, വേണ്ട, ഏറ്റുമുട്ടലിന്റെ ആവശ്യമില്ല, സമാധാനത്തോടെ കഴിഞ്ഞു പോകാം. ആ വ്യക്തിയോട് സംസാരിക്കുവാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും ശരിയാകത്തില്ല. വേണ്ട, സമാധാനം എന്ത് വില മുടക്കിയും സമാധാനത്തിൽ അങ്ങ് പോയാൽ മതി. യുദ്ധം ചെയ്യുവാൻ ഭയമില്ല, ആത്മീയ യുദ്ധങ്ങൾക്ക് ഭയമില്ല. പക്ഷേ വ്യക്തിത്വങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ നേരിടുവാൻ ഒരു അവസരം മുൻപിൽ വന്നാൽ വേണ്ട, സമാധാനത്തോടെ ഇരിക്കാം. ആശ്രയ, നിങ്ങളുടെ ചർച്ചിൽ പോകുന്ന ഇന്നയാളുടെ നടപ്പ് ശരിയല്ല, നേരിട്ടാൽ നല്ല കവർ ഇടുന്ന ഒരാളാ, സ്വത്രാഴ്ച ഇടുന്ന ഒരാളാ, വേണ്ട. ആ വീട്ടിൽ ചെന്നാൽ കുറെ കാശ് ഇടുന്ന ഒരാളാ, അദ്ദേഹത്തോട് ഇപ്പൊ ഈ കാര്യങ്ങൾ ഏറ്റു പറഞ്ഞാൽ കോൺഫ്രണ്ടേഷൻ വേണ്ട, സമാധാനത്തോടെ അങ്ങ് പോകാം, വിട്ടേക്കാം. നോ, കോൺഫ്രണ്ടേഷൻ. ആഹാബിന്റെ മനോഭാവമാണ് കോൺഫ്രണ്ടേഷൻ. ഏറ്റുമുട്ടൽ വേണ്ട, പ്രശ്നമൊക്കെ ഒതുക്കി അങ്ങ് തീർത്തേക്കാം. ഞാൻ പറയുമ്പോൾ ബുദ്ധിയില്ലാതെ ആരും പെരുമാറല്ല. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഒരു സ്ഥലത്ത് വെച്ച് അറിയാതെ ഒരു കാര്യം പറഞ്ഞു പോയത്, ഭയങ്കര ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായി, അത് വലിയ പ്രശ്നമായി പോയി, പരസ്യ സ്ഥലത്തായി പോയി. ബുദ്ധിയില്ലാതെ പരസ്യ സ്ഥലത്ത് വെച്ച് അനാവശ്യമായി സംസാരിക്കുന്ന വിഷയം അല്ല പറയുന്നത്. വ്യക്തിപരമായി മുറിക്കകത്ത് കയറി ഒറ്റയ്ക്ക് സംസാരിക്കേണ്ട വിഷയങ്ങൾ അങ്ങനെ, കുടുംബമായി സംസാരിക്കേണ്ട വിഷയങ്ങൾ അങ്ങനെ, ബുദ്ധിപൂർവം. പക്ഷേ ഏറ്റിടുവാൻ മടിയുണ്ടാകരുത്. ആഹാബിന്റെ പ്രത്യേകത നേരിടുവാൻ, ഏറ്റുമുട്ടലിന് ഒട്ടും മനസ്സില്ല, സമാധാനത്തോടെ പോകണം. ആഹാബിനെ കുറിച്ച് ആ 16-ാം അധ്യായം മുതൽ, 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം മുതൽ വായിച്ചാൽ അനേക സ്വഭാവ ഗുണങ്ങൾ കാണുവാൻ സാധിക്കും. ഇത് താല്പര്യമുള്ളവർ ആഹാബിന്റെ മനോഭാവങ്ങൾ ആ അധ്യായങ്ങളിൽ നിന്ന് അവരവർക്ക് സമയം ലഭിക്കുമ്പോൾ വായിച്ചാൽ മതി. അവരവരുടെ ജീവിതത്തിൽ അവരവരെ തന്നെ ശോധന ചെയ്യുക. അവോയ്ഡ്സ് കോൺഫ്രണ്ടേഷൻ, ഡിനൈസ് ഫാൾസ്, loves the position he has. എന്റെ സ്ഥാനത്തിന് ഒരു ഭംഗം വരല്ല. അയ്യോ, ഞാൻ പാസ്റ്റർ, നാളെ എന്റെ സ്ഥാനത്തിന് ഒരു ചോദ്യം ഉണ്ടാകരുത്. ഞാനൊരു കമ്മിറ്റി മെമ്പറാ, ഞാനൊരു ഏരിയയുടെ ലീഡറാ, നാളെ ഈ വ്യക്തിയുമായി അനാവശ്യമായിട്ട് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ സ്ഥാനത്തെ അത് ചോദ്യം ചെയ്യും. വേണ്ട, എന്റെ സ്ഥാനം എനിക്ക് പ്രധാനപ്പെട്ടതാ. സ്ഥാനത്തെ സ്നേഹിക്കുന്നവർ എന്തു വിലയും മുടക്കി മറ്റുള്ളവർക്ക് ഒതുങ്ങിപ്പോകുവാൻ താല്പര്യപ്പെടുന്നവർ. ആഹാബിന്റെ മനോഭാവം. ഞാൻ അവിടെ കൊണ്ട് അത് നിർത്തുകയാണ്. ഈ യെസബേലിന്റെ ശക്തി കടന്നു വന്നാൽ എന്ത് ചെയ്യും? ഫൈനൽ റിസൾട്ട് എന്താണ്? ഇറ്റ് ഡെസ്ട്രോയ്സ് ലൈഫ്. ജീവൻ ഇല്ലാതാക്കി കളയും. മറക്കരുത്, യെസബേലിന്റെ ആത്മാവ് ഉള്ളിൽ വന്നു കഴിയുന്നവർക്കും യെസബേലിന്റെ ആത്മാവിനെ ടോളറേറ്റ് ചെയ്യുന്നവർ, അതിന് വിരോധമായി എനേൽക്കാത്തവർ, രണ്ടുപേരുടെയും ജീവിതത്തിൽ ജീവനെ ഒതുക്കിക്കളയും, കുടുംബത്തെ തകർത്ത് കളയും, ശുശ്രൂഷയെ ഇല്ലാതാക്കി കളയും, ഭാവിയെ നശിപ്പിച്ചു കളയും. 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, ശ്രദ്ധിച്ചു കേൾക്കണം. യെസബേലിന്റെ ശക്തി ഒരു വ്യക്തിയുടെ ഉള്ളിൽ കടന്നു വന്നാൽ, ഞാൻ ആദ്യമേ പറഞ്ഞു, നല്ല ആൾക്കാരിൽ ആത്മീയ ശുശ്രൂഷ ചെയ്യുവാൻ താല്പര്യമുള്ളവരുടെ ഉള്ളിൽ പോലും ഈ യെസബേലിന്റെ ശക്തി കടന്നുകൂടുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിക്കകത്തേക്ക് യെസബേലിന്റെ ശക്തി കടന്നുകൂടിയാൽ, 2, ആ യെസബേലിന്റെ ശക്തി കൂടിയ വ്യക്തിയോട് സഖ്യത പുലർത്തിയാൽ, ഇല്ലെങ്കിൽ അടുത്തുകൂടി ഫ്രണ്ട്ഷിപ്പിൽ പോയാൽ, 3, അങ്ങനെ ഒരു ശക്തിയെ ആത്മീയ കണ്ണുകൾ കൊണ്ട് വിവേചിച്ച് കണ്ടുണർന്ന് അതിന് വിരോധമായി പോരാടി അതിനെ ജയിച്ചില്ലെങ്കിൽ അതിനെ ടോളറേറ്റ് ചെയ്താൽ, രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് കോംപ്രമൈസിൽ പോകാം, ഇല്ലെങ്കിൽ കണ്ടില്ല എന്നുള്ള ഭാവത്തിൽ പോകാം എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? 1, നിന്റെ ജീവനെ അത് തകർക്കും. രണ്ടാമത്തെ ഒരു മാർഗമില്ല. കുടുംബത്തെ അത് തകർത്തിരിക്കും, ശുശ്രൂഷയെ ബാധിച്ചിരിക്കും, ഭാവിയെ ബാധിച്ചിരിക്കും. എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. അടുത്ത പോയിന്റിലേക്ക്. How does it come? 7 വ്യത്യസ്ത തരത്തിലുള്ള വ്യക്തികളുടെ ജീവിതത്തിലാണ് ഇത് കടന്നു വരുന്നത്. ഞാനത് എങ്ങനെ എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. ലെറ്റ് മീ ട്രൈ. 1, സുരക്ഷിതത്വ ബോധമില്ലാത്തവരുടെ ഉള്ളിൽ ഇത് കടന്നു വരും. പലരുടെയും അകത്തും
ക്രിസ്തുവിൽ ഞാൻ ആരാണ് എന്നൊരു ബോധമില്ല. അവർക്ക് സുരക്ഷിതത്വം ലഭിക്കണമെങ്കിൽ ഒരു സ്ഥാനം വേണം. സ്ഥാനമില്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വ ബോധമില്ല. അങ്ങനെയുള്ളവരുടെ ഉള്ളിൽ ഇത് കടന്നു വരും. അവർക്ക് പണമുണ്ടെങ്കിൽ, പ്രശസ്തി ഉണ്ടെങ്കിൽ, എന്റെ പേര് 4 പേര് അറിഞ്ഞെങ്കിൽ, നോട്ടീസിൽ എന്റെ ഫോട്ടോ പബ്ലിഷ് ചെയ്തെങ്കിൽ, സ്ഥാനമുണ്ടെങ്കിൽ, മറ്റുള്ളവർ എന്നെ മാനിക്കുന്നെങ്കിൽ മാത്രമേ എനിക്കൊരു സുരക്ഷിതത്വ ബോധമുള്ളൂ എന്നുള്ളവരുണ്ടെങ്കിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ തന്നെ ശോധന ചെയ്യണം. I'll tell you why. കാര്യം കർത്താവായ യേശു ഒരു നല്ലൊരു ഉദാഹരണം പറഞ്ഞ ഇതാ, ഒരു മനുഷ്യൻ നല്ല വിത്ത് വിതച്ചു. നല്ല വിത്ത് വിതച്ചതിന് ശേഷം യേശു കർത്താവ് പറയുന്ന ചരിത്രം ഒരു ഭാഗമാണ്. അവൻ കിടന്നുറങ്ങിയപ്പോൾ ശത്രു വന്ന് കളയും വിതച്ചു. രണ്ടും ഒരുമിച്ച് വളരുവാൻ തുടങ്ങി. പലപ്പോഴും ശത്രുവിന്റെ ചില വിത്തുകൾ പലരുടെ ഉള്ളിലും വീഴുവാൻ സാധ്യതയുണ്ട്. നമ്മൾ അറിയാതെ, കണ്ടുണരാതെ അതിനും വെള്ളം ഒഴിച്ചു തുടങ്ങിയാൽ അത് വളരും, കള വളരും. നമ്മുടെ ജീവിതത്തിൽ കള വളരാതിരിക്കുവാൻ, യെസബേലിന്റെ ശക്തികൾ നമ്മളെ തൊടാതിരിക്കുവാൻ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. സുരക്ഷിതത്വത്തിന്റെ ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. എവിടെയെങ്കിലും എന്റെ സ്ഥാനം, എന്റെ മാനം, എന്റെ പണമാണ് എനിക്കത് നൽകുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കുക. ആ മനോഭാവത്തെ ഉപേക്ഷിക്കുക. ഞാൻ അതിപ്പോ ടച്ച് ചെയ്യുന്നില്ല. കാര്യം ദ ഹോളി സ്പിരിറ്റ് ഈസ് ആസ്കിംഗ് മീ ടു ഗോ ഫോർവേഡ്. അല്പം കൂടെ മുൻപോട്ട് പോയിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഹൗ ലോങ് ക്യാൻ ഐ ഗോ? 15 മിനിറ്റും കൂടെ. താങ്ക് യു. ഈ യെസബേലിന്റെ ശക്തിയെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുവാൻ സാധിക്കും? ഒരു വ്യക്തിക്കകത്ത് ഇല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കകത്ത് സഭയ്ക്ക് വിരോധമായി വരുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് അതിനെ കാണുവാൻ സാധിക്കും? ഒന്ന്, കെമഫ്ലോജ്. അതിന്റെ കെമഫ്ലോജിന്റെ മലയാളം എന്തോ? വേഷം മാറി വരും. വേഷം മാറി വരും. ആർമിക്കാർക്കറിയാം. ആർമിക്കാര് അവരുടെ യൂണിഫോം എടുത്തു കഴിഞ്ഞാൽ അവരായിരിക്കുന്ന ചുറ്റുപാടിൽ അതിനോട് ഇണങ്ങിച്ചേരുന്ന, നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ, ഓന്തിന്റെ ഒരു സ്വഭാവത്തെ കുറിച്ച് പറയാറുണ്ട്. പച്ചയുള്ള സ്ഥലത്തിരുന്നാൽ അതിന്റെ കളർ പച്ചയായിട്ട് മാറും. എന്തോ നിറം മാറ്റം. റൈറ്റ്, നിറം മാറ്റം. പക്ഷെ ഇത് ആ കറക്റ്റ് ആശയമല്ല. അതിനേക്കാൾ അല്പം കൂടെ വ്യത്യസ്തമാണ്. ഇതൊരു മുഖംമൂടി പോലെ. The Jezebel spirit always appears ultra spiritual. ആത്മീയത്തിന്റെ ഉച്ചകോടിയിൽ നിൽക്കുന്നതായി മാത്രമേ ഇത് അഭിനയിക്കുകയുള്ളൂ. ഒരു പക്ഷേ ആത്മീയ കൃപാവരങ്ങളും കൈകാര്യം ചെയ്തെന്നിരിക്കും. പക്ഷേ എങ്ങനെയാ തിരിച്ചറിയുന്നത്? ഒന്ന്, എല്ലാത്തിന്റെയും നമ്പർ 1 ആയിട്ട് ഞാൻ മാറണം എന്ന അകത്ത് കിടക്കുന്ന ഒരു ആഗ്രഹം. കർത്താവ് പഠിപ്പിച്ചത്, നിങ്ങളിൽ ഏറ്റവും ഉയർന്നവൻ, ഏറ്റവും വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും കാല് കഴുകുവാൻ തയ്യാറാകണം. പക്ഷേ ഈ യെസബേൽ ശക്തി ആരെയാണ് പിടിക്കുന്നത്? എന്റെ അകത്ത് നമ്പർ 1 ആകണം എന്നാഗ്രഹിക്കുന്നവരെ മാത്രമാണ് ഇത് ആദ്യമായി ഉന്നം വെക്കുന്നത്. 1-2 വാക്യങ്ങൾ വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം, 1 കൊരിന്ത്യർ 9-ാം അധ്യായം 24-ാം വാക്യം. 2 വാക്യങ്ങൾ വായിക്കും. 1 കൊരിന്ത്യർ 9:24. എന്താണ് പലരും അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നത്? ഓട്ടക്കളത്തിൽ ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവീൻ. ഓട്ടക്കളത്തിൽ ഒരുവൻ മാത്രമേ വിരുദ് പ്രാപിക്കുന്നുള്ളൂ. നിങ്ങൾ വിരുദ് പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടണം. അപ്പൊ എന്റെ ചോദ്യം, ഒരു സഭയിൽ ഒരുവൻ മാത്രമേ പ്രാപിക്കത്തുള്ളൂ? അതോ ബാംഗ്ലൂർ സിറ്റിയിൽ ഒരുവൻ മാത്രമേ പ്രാപിക്കത്തുള്ളൂ? അതോ കർണാടക സ്റ്റേറ്റിലാണോ, ഇന്ത്യയിലാണോ, അതോ ലോകത്തിൽ ഒരുവൻ ഒരു സമയത്താണോ, അതോ 2000 വർഷങ്ങളുടെ ചരിത്രത്തിൽ ഒരുവൻ മാത്രമാണോ? എത്ര പേർ വിരുദ് പ്രാപിക്കും? പലരുടെയും വിചാരം, ഞാൻ ആ ഓട്ടക്കളത്തിൽ ഒറ്റയൊരുത്തൻ മാത്രമേ ജയിക്കാവൂ. ഐ മസ്റ്റ് ബി നമ്പർ 1. പക്ഷേ ഓട്ടക്കളത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒറ്റ വാക്യം കൊണ്ട് ആരും ഉപദേശം സ്ഥാപിക്കരുത്. വായിച്ചാട്ട് എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഓക്കേ, വിരുദ് പ്രാപിക്കുവാൻ വേണ്ടി ഓടണം. പക്ഷേ വിരുദ് പ്രാപിക്കുമ്പോൾ ഒരുവൻ മാത്രം പ്രാപിക്കുന്നു. ഓട്ടക്കളത്തിൽ സാധാരണ ഗതി അതാ. പക്ഷെ നിങ്ങൾ ഓടുമ്പോൾ പ്രാപിക്കുവാൻ തക്കതുപോലെ ഓടണം. എങ്ങനെയാണ് പ്രാപിക്കുവാൻ തക്കതുപോലെ ഓടുന്നത്? വിരളി പിടിച്ചല്ല, മറ്റുള്ളവനെ തട്ടി താഴെ ഇട്ടിട്ടല്ല, മറ്റുള്ളവന്റെ കുതികാൽ ചവിട്ടിയിട്ടല്ല, പകരം സ്ഥിരതയോടെ ഓടുന്നവൻ മാത്രമേ വിരുദ് പ്രാപിക്കത്തുള്ളൂ. പലരുടെ അകത്തും ഈ ആശയം കയറിയിട്ടില്ല. എനിക്ക് സ്റ്റേജിൽ കയറുവാൻ കഴിയുമെങ്കിൽ, എനിക്ക് ആ മൈക്കൊന്ന് പിടിക്കുവാൻ കഴിയുമെങ്കിൽ, 4 പേർ എന്നെ കണ്ടു കഴിഞ്ഞാൽ, ഒന്നാമനായി ഞാൻ മാറിക്കഴിഞ്ഞാൽ അതാണ് എന്റെ ഓട്ടക്കളത്തിലെ വിജയം എന്ന് വിചാരിക്കുന്നവരുണ്ടോ? യെസബേൽ ശക്തി നിന്റെ പുറകെയാ. പകരം സ്ഥിരതയോട് ഓടുവാൻ തയ്യാറാണോ? യെസബേൽ ശക്തിക്ക് നിന്നെ തൊടുവാൻ സാധിക്കത്തില്ല.
ആത്മീയ കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്നെ ഉൾപ്പെടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്പർ 1 ആകുവാൻ ആരെങ്കിലും പരിശ്രമിച്ചാൽ, കഴിഞ്ഞ ആഴ്ചയിൽ, അതിന്റെ മുമ്പത്തെ ആഴ്ചയിൽ സെക്കൻഡ് സർവീസിൽ ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ ചില ആശയങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡാഡി ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് സ്റ്റേജിൽ കയറാൻ താല്പര്യമില്ല. എന്റെ മനസ്സാണ് ഞാൻ പറഞ്ഞത്, പറയേണ്ട ആവശ്യമില്ല, പക്ഷെ പറയുക, എനിക്ക് സ്റ്റേജിൽ കയറുവാൻ താല്പര്യമില്ല, എനിക്ക് പാട്ട് പാടുവാൻ താല്പര്യമില്ല, മറ്റാരെങ്കിലും ചെയ്യുമെങ്കിൽ ഐ എം ഹാപ്പി. അതിന്റെ അർത്ഥം എന്റെ ചുമതലയിൽ നിന്ന് ഞാൻ മാറിയിരിക്കും, പേടിച്ചിരിക്കുമെന്നല്ല. പക്ഷേ ഹൃദയത്തിന്റെ അകത്തുള്ള താല്പര്യങ്ങൾ ദൈവം മാത്രമേ അറിയുന്നുള്ളൂ. എന്റെ വ്യക്തിത്വം കാണിക്കണം, എന്റെ ശബ്ദം കേൾപ്പിക്കണം എന്നാരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ മറക്കരുത്, യെസബേൽ ശക്തി നിന്റെ പുറകെയാ. സോ നമ്മൾ ആരും നമ്മുടെ വ്യക്തിത്വം കാണിക്കുവാനല്ല, ഓട്ടം സ്ഥിരതയോടെ ഓടിയാൽ നമ്മൾ വിരുദ് പ്രാപിക്കും നിശ്ചയം. റൈറ്റ്. സോ ഈ യെസബേൽ ശക്തിയുടെ പ്രത്യേകത, ഭയങ്കര ആത്മീയ വേഷം ധരിക്കും. യഥാർത്ഥത്തിൽ ആത്മീയനാണെങ്കിൽ നമ്പർ 1 സ്ഥാനം നോക്കത്തില്ല, കാൽ കഴിവാൻ തയ്യാറായിരിക്കും. പക്ഷേ യഥാർത്ഥ ആത്മീയനല്ലയോ, നമ്പർ 1 ആകണം. അകത്തിന്റെ അകത്ത് മറ്റാർക്കും അറിയാത്തൊരു താല്പര്യമുണ്ടോ? ശ്രദ്ധിക്കുക, യെസബേലിന്റെ ശക്തി നിന്നെ നോക്കിയാണ് ഉന്നം വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 17 കാര്യങ്ങൾ ഹൗ ടു ഐഡന്റിഫൈ ദി ജെസബൽ സ്പിരിറ്റ്. രണ്ടാമത്തേത്, ഇറ്റ് ലവ്സ് ബീയിങ് നോട്ടിസ്ഡ് ആൻഡ് റിസീവിംഗ് അഡുലേഷൻ. മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കണം. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്തില്ല. ഇവിടെ വന്നാൽ ആൾക്കാർ ശ്രദ്ധിക്കും. എന്നെ ആൾക്കാർ ശ്രദ്ധിക്കണം. അതിനെന്തും ചെയ്യും, ശബ്ദമുണ്ടാക്കും, ബഹളം വെക്കും, എന്തും ചെയ്യും. മറ്റുള്ളവർ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ധാരണ അകത്തുണ്ടോ? മറക്കല്ല്, നിങ്ങൾ യെസബേൽ ശക്തി അകത്ത് കടക്കുവാൻ വാതിൽ വിസ്താരത്തിൽ തുറക്കുകയാണ്. ഇതിനകത്തിരിക്കുന്ന അനേകരുണ്ട്, പാസ്റ്റർ എന്നെ ആരും കാണണ്ട, ഞാൻ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ വന്ന് കസേര തുടച്ചിട്ടേച്ചു പോകാം, ആരും കാണാത്തപ്പോൾ ഇതിനകത്ത് കസേര അടുക്കിച്ചു പോകാം, ആരും കാണാതെ ഇതിന്റെ അകത്തെ തറ തൂക്കുവാനും ഇതിന്റെ അകത്തെ കാര്യങ്ങൾ ക്ലീൻ ചെയ്യുവാനും ഞാൻ വരാം. അങ്ങനെയുള്ളവരെ മാത്രമേ ഇതിന്റെ അകത്ത് ലീഡർഷിപ്പിൽ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ. എന്നെ കാണണം എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? സ്റ്റേജിൽ നിന്ന് ഒരാളുടെ പേര് പറഞ്ഞാൽ ഓ എന്തൊരു സന്തോഷമോ, എന്റെ പേര് പറഞ്ഞു. ഇതിന്റെ അകത്ത് ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കും ഒരാളുടെ പേര്, ബ്രദർ മനോജ്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യും, പക്ഷെ പേര് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പുള്ളിക്ക്. അതുകൊണ്ടാണ് ഞാൻ പേര് ഇന്ന് പറഞ്ഞത്, മനോജ് റിച്ചാർഡ് മനോജ്. പക്ഷേ എന്റെ പേര് ദയവായിട്ട് പറയല്ല. ദാറ്റ് ഇസ് ദ ആറ്റിറ്റ്യൂഡ്. പേര് പറഞ്ഞുകൊണ്ട് പേടിയുണ്ടെന്നല്ല, പക്ഷേ എന്റെ പേര് ആരും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ പ്രതിഫലം സ്വർഗത്തിൽ മതി എനിക്ക്. അങ്ങനെയുള്ളവരെ യെസബേൽ ശക്തി തൊടുകയില്ല. ശ്രദ്ധ ആഗ്രഹിക്കുന്നവർ, മാന്യത, പരസ്യമായി മാന്യത ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ യെസബേൽ ശക്തിക്ക് നിങ്ങളുടെ വാതിൽ വിസ്താരത്തിൽ തുറന്നു കൊടുക്കുകയാണ്. 3, they rarely find things going well in a church. ഒരു സഭയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ കണ്ടതും പിടിച്ചതും തൊട്ടതും എല്ലാം കുറ്റം. 15 മിനിറ്റേ ഉള്ളൂ, ഞാൻ ചിലപ്പോൾ നാളെ കൂടെ അത് എടുത്തേക്കും, കുറച്ചും കൂടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. കണ്ടതും കേട്ടതും എല്ലാം കുറ്റം. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെട്ടോണം. There is no perfect church in the world. ലോകത്തിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സഭ ഇല്ല. എല്ലാ സഭയും അതിൻ്റെതായ പോരായ്മകൾ ഉള്ളതാണ്. അത് മാത്രം നീ കണ്ടുണരുകയാണെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെട്ടോണം. അങ്ങനെ കാണുന്നതെല്ലാം തെറ്റും കുറ്റമായി കാണുന്ന ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്നാൽ പറയണം, ബ്രദറെ സിസ്റ്ററെ ദയവായിട്ട് യെസബേലിന്റെ ശക്തിയുള്ള വ്യക്തികളെ ഞാൻ അടുത്ത് അനുവദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം തെറ്റും കുറ്റവുമാ. ഈ സഭ പൂർണ്ണമല്ല, അത് അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ വരുന്നത്. പൂർണ്ണതയുള്ള ഒരു സഭയിലേക്ക് നിങ്ങൾ അവിടെ പോയാൽ മതി, എന്നെ വിളിക്കണ്ട, എന്നെ തൊടണ്ട. പറയാൻ പറ്റുമോ? ആമേൻ പറയുമോ? They find everything wrong with the church. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്നാണ്, പാസ്റ്റർ ചെയ്ത് തെറ്റിപ്പോയി, ആ ബ്രദർ അത് ഇരുന്നത് കണ്ടില്ലയോ, ആ ബ്രദർ നോക്കിയിരുന്നത് കണ്ടില്ലയോ, എല്ലാം തൊടുന്നതും കണ്ടതും എല്ലാം തെറ്റ്. They rarely find things going well in a church. തൊടുന്നില്ല. എനിക്ക് പല കാര്യങ്ങൾ തൊടാനുണ്ടായിരുന്നു, തൊടുന്നില്ല. ഓർ മേ ബി 1 മിനിറ്റ് അതിനുവേണ്ടി എടുക്കാം. പല വശങ്ങളിൽ ഒരു വശം. ഉദാഹരണം എന്തോ ഉദാഹരണം എടുക്കേണ്ടിയ, ലെറ്റ് മീ സി. ദശാംശം അതന്നെ എടുക്കാം. പഴയ നിയമം പഠിച്ചാൽ പഴയ നിയമത്തിന്റെ നിയമങ്ങൾ ദൈവം മോശയ്ക്ക് നൽകുന്നതിന് മുൻപേ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം പിതാവിന്റെ ഹൃദയത്തിൽ ഉണ്ടായ വെളിപ്പാട് ദശാംശം. അത് പോകട്ടെ. ചില നാളുകൾ കഴിഞ്ഞു, മോശയുടെ ആലയം ഇല്ലെങ്കിൽ മോശ ഉണ്ടാക്കിയ കൂടാരത്തിൽ യാഗം നടക്കുമ്പോൾ അന്ന് പുരോഹിതന്മാർക്ക് ആഹാരം ഉണ്ടാകുന്നത് പോലെ പുരോഹിതന്മാർക്ക് ആ സമയത്ത് പുരോഹിതന്മാർ യാഗപീഠത്തിൽ നിന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. അന്ന് ദശാംശത്തിന്റെ പ്രമാണം ഒന്നായിരുന്നു. ചില നാളുകൾ കഴിഞ്ഞു, ആലയത്തിന്റെ അന്നുണ്ടായിരുന്ന ടെന്റ്, ടാബർനക്കിൾ, അന്നുണ്ടായിരുന്ന കൂടാരം ഇല്ലെങ്കിൽ മോശയുടെ കൂടാരം മാറി അതിപരിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പ്രാകാരം എന്നുള്ള 3 ഘടകങ്ങൾ ഇല്ലാത്ത ഒരു പുതിയ കൂടാരം വന്നു.
അതിനെ വിളിക്കുന്ന പേരാണ് യാഗപീഠത്തിൽ നിന്നല്ല പുരോഹിതന്മാർ കഴിക്കുന്നത്. അന്ന് ദൈവം മോശയോട് പറഞ്ഞിട്ടില്ലാത്ത പല കാര്യങ്ങളും ആലയത്തിന്റെ അകത്ത് വന്നു. ആലയത്തിന്റെ അകത്ത് കാണേണ്ടത് എന്തൊക്കെയാ? കത്തി, രക്തം, തീയ്, പലതും കാണേണ്ട ആലയത്തിന്റെ അകത്ത് ദാവീദ് വന്നപ്പോൾ എന്തു വന്നു? കത്തി മാറി, യാഗമൃഗങ്ങൾ മാറി, യാഗപീഠം മാറി. പകരം ഉള്ളിൽ വന്നത് കിന്നരം, വീണ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. മോശ ഉണ്ടായിരുന്നെങ്കിൽ കല്ലെറിഞ്ഞു കൊന്നേനെ. പക്ഷേ മോശയുടെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന്റെ സംസ്കാരത്തെ, ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ വീണ്ടും പണിയും. ദൈവത്തിന്റെ ഹൃദയം അവൻ തിരിച്ചറിഞ്ഞു. ആ കാലത്ത് ഈ ദശാംശത്തിന് മറ്റൊരു പ്രമാണമായിരുന്നു. അന്ന് ദരിദ്രർക്കും അനാഥർക്കും വിധവമാർക്കും കൊടുക്കുവാൻ ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചു. വീണ്ടും പഴയ നിയമത്തിന്റെ ആലോചന പ്രകാരം ആലയം വീണ്ടും വന്നപ്പോൾ, ശലോമോന്റെ കാലത്ത് യാഗങ്ങളും വീണ്ടും ആരംഭിച്ചപ്പോൾ വീണ്ടും പ്രമാണം മാറി. മലാഖി പ്രവചനത്തിൽ പറയുന്നു, ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് ആലയത്തിലേക്ക് ദശാംശം മുഴുവനും കൊണ്ടുവരിക. ഇതെല്ലാം പഠിച്ചിട്ട് സഭയ്ക്ക് ഒരു ദർശനം ഉണ്ടായത്. വൺ കോമൺ ഗോൾ. എന്താണ് ദർശനം? ആലയത്തിൽ ആത്മീയ ആഹാരം ഉണ്ടാകുവാൻ ദശാംശം മുഴുവനും ആലയത്തിൽ കൊണ്ടുവരിക. വായിച്ചിട്ടുണ്ടല്ലോ എല്ലാവരും. ആ ദർശനത്തിന് വിരോധമായി ചില ആൾക്കാരെ നിൽക്കും, പറയും മുഴുവൻ കൊടുക്കണ്ട. അതിനെക്കുറിച്ച് ഓൾറെഡി ഡിക്സൺ പാസ്റ്റർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു. കേക്ക് മുറിച്ചു കൊണ്ടു കൊടുക്കുന്നതിനെ കുറിച്ച് തൊടുന്നില്ല. 2, ബ്രദറെ, അത് ആലയത്തിലോട്ട് കൊണ്ടുവരണ്ട, ഞാൻ വീട്ടിൽ വന്ന് വാങ്ങിച്ചോളാം, വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു തരാം. ചിലർ അങ്ങനെ പറയും. മറ്റു ചിലർ പറയും, പാസ്റ്റർ എന്റെ വീട്ടിൽ വന്ന് ദശാംശം വാങ്ങിക്കണം. കാര്യം എന്താ? പല കാര്യങ്ങളുണ്ട്. കാര്യം, വീട്ടിൽ വരുമ്പോൾ പാസ്റ്റർ അറിയുമല്ലോ ഞാൻ എത്ര ദശാംശം കൊടുക്കുന്നെന്ന്. അപ്പൊ എനിക്കൊരു സ്പെഷ്യൽ മാന്യത. പ്രമാണത്തിന് വിരോധമാ. ബൈബിൾ പറയുന്നു ദശാംശം ആലയത്തിൽ കൊണ്ടുവന്നിരിക്കണം. എന്തിനാണ്? ആഹാരം ഉണ്ടാക്കുവാൻ. സഭയുടെ ദർശനത്തിന് വിരോധമായി പല ആലോചനകൾ വരും. അതങ്ങനെ പറഞ്ഞാലും ബൈബിൾ അങ്ങനെ അല്ലെന്നേ. ബൈബിളിൽ ദരിദ്രർക്കും അനാഥർക്കും വിധവമാർക്കും കൊടുക്കുവാൻ പ്രമാണം ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് കളക്ട് ചെയ്തോളാം, ഞാൻ പ്രാർത്ഥിച്ചു തരാം. നോ, ദൈവത്തിന്റെ വചനം പറയുന്ന അനുസരിച്ച് ഒരു ദർശനം സഭയ്ക്കുണ്ടെങ്കിൽ എവിടെയെങ്കിലും അതിന് വിരോധമായി മറ്റൊരു കാഴ്ചപ്പാട് ഉയർന്നാൽ മറക്കരുത്, നിങ്ങളുടെ ഭവനം യെസബേൽ ശക്തിക്ക് വേണ്ടി തുറന്നു കൊടുക്കുവാൻ അതിന്റെ ആൾക്കാർ വന്നിരിക്കുകയാണ്. എനിക്കറിയാം ആമേൻ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സഭയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ ശരിയല്ല, ഇങ്ങനല്ല ചെയ്യേണ്ടത് പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, യെസബേൽ ശക്തിയുടെ ആരംഭമാണ്. ഒത്തിരി കാര്യങ്ങൾ ഞാൻ വിടാൻ പോവാ. ക്രിട്ടിക്കൽ ഓഫ് അതേഴ്സ്. മറ്റുള്ളവർ എന്ത് ചെയ്താലും ക്രിട്ടിക്കൽ ആയിരിക്കും. അവർ ചെയ്യുന്ന ഒന്നും തെറ്റല്ല. യെസബേൽ ശക്തി ബാധിച്ചിട്ടുള്ളവരുടെ പ്രത്യേകത, അവർ എന്ത് ചെയ്താലും 100% പെർഫെക്റ്റ്. ഞാൻ ന്യായീകരിക്കും. മറ്റുള്ളവർ ചെയ്യുന്നത് സകലതും തെറ്റ്. ഫാൾസ് അക്യൂസേഷൻസ്, തെറ്റായ എന്താ പറയുന്ന അക്യൂസേഷൻസ്, അപവാദങ്ങൾ പറയുന്നവർ. പിശാചിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് അക്യൂസേഷൻസ്. ഓ മൈ ഗുഡ്നസ്, ഒത്തിരി കാര്യങ്ങൾ ഞാൻ വിടുകയാണ്. ജസ്റ്റ് ലിവിങ് ഇറ്റ്. സെറ്റ്സ് ഓഫ് വൺ പേഴ്സൺ അഗൈൻസ്റ്റ് ദി അതർ. ഒരു വ്യക്തിക്ക് വിരോധമായി മറ്റൊരു വ്യക്തിയെ ഏൽപ്പിച്ചു നിർത്തുക. ആ വ്യക്തിയുടെ അടുത്ത് പോകല് കേട്ടോ, ആൾ ശരിയല്ല, ഇല്ലെങ്കിൽ നമുക്കൊന്നിച്ച് ചേർന്ന് നിൽക്കാം, ആ വ്യക്തിയെ മാറ്റി നിർത്താം. സെറ്റ്സ് ഓഫ് വൺ പേഴ്സൺ അഗൈൻസ്റ്റ് അനദർ. മറ്റു വ്യക്തികളെ തമ്മിൽ അകറ്റുന്ന പരിപാടി യെസബേൽ ശക്തിയുടെ ഭാഗമാണ്. മറക്കരുത്. നമ്മൾക്ക് ചേർന്ന് നിൽക്കാം, മറ്റുള്ളവരെ മാറ്റി നിർത്താം, യെസബേൽ ശക്തിയുടെ ഭാഗമാണ്. They bring division in the church. സഭയ്ക്കകത്ത് ഒരു ഐക്യതയ്ക്ക് കുറവ് കൊണ്ടുവരുവാൻ വാക്കിലോ പ്രവൃത്തിയിലോ നോട്ടത്തിലോ ഭാവത്തിലോ അകത്തൊരു ധാരണ വന്നാൽ യെസബേൽ ശക്തിക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നതിന്റെ ഒരു അടയാളമാണ്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുക ഈ വിഷയത്തിൽ. ദിസ് വൺ ചാപ്റ്റർ. ഡിസ്ക്രെഡിറ്റ് ദ പാസ്റ്റർ. ശുശ്രൂഷകനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പാസ്റ്റർമാർക്ക് വിരോധമായി സംസാരിക്കുന്നവരുണ്ടോ? എനിക്ക് വിരോധമായി സംസാരിച്ചാൽ എനിക്ക് സന്തോഷമാണ്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഒക്കുമെങ്കിൽ ദയവായിട്ട് 4 കുറ്റം കൂടെ എന്നെ കുറിച്ച് പറഞ്ഞിരിക്കണം. കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം, ഞാൻ അറിയാതെ സ്വർഗത്തിൽ എന്റെ പ്രതിഫലം കൂടുകയാണ്. യേശു അതാ പറഞ്ഞല്ലേ, നിങ്ങളെ കുറിച്ച് ഇല്ലാത്ത കാര്യം കളവായി പറയുമ്പോൾ സന്തോഷിക്കുക, കാര്യം നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ കൂടുകയാ. ദയവായിട്ട് കുറ്റം പറ. പക്ഷേ പാസ്റ്റർമാർ ഒരു കാര്യം ശ്രദ്ധിക്കണം, എവിടെയെങ്കിലും ഡിസ്ക്രെഡിറ്റിംഗ് ദ പാസ്റ്റർ ഇല്ലെങ്കിലും പാസ്റ്റർ പോട്ടെ. യെസബേൽ ശക്തിയുടെ ശക്തമായ ആരംഭമായി കഴിഞ്ഞു. 2, ഡിസ്റ്റൻസ് മെമ്പേഴ്സ് ഫ്രം ദ പാസ്റ്റർ. ഇമോഷണലി, വികാരങ്ങളിൽ ഇല്ലെങ്കിൽ ഹൃദയത്തിൽ ആ പാസ്റ്ററുമായിട്ടുള്ള ബന്ധത്തെ അകറ്റുക. ഉദാഹരണം പറഞ്ഞെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. എനിക്ക് ഇവിടെ പിക്കിൾ വിൽക്കുന്ന ഒരു അമ്മച്ചിയുണ്ട്. റോഡിൽ കൂടെ നടന്ന് പിക്കിൾ വിറ്റിട്ട് ആ പിക്കിളിന്റെ അതിന്റെ അകത്തുനിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ജീവിക്കുന്ന അമ്മച്ചിമാർ എൻ്റെ അകത്തുണ്ട്.
അവർക്കൊരു നേരത്തെ ആഹാരം ഇതിന്റെ വരുമാനത്തെ ആസ്പദം. മഴ പെയ്താൽ അന്ന് അവർക്ക് ആഹാരമില്ല. അങ്ങനത്തെ പാവപ്പെട്ടവർ ഇതിന്റെ അകത്തുണ്ട്. അങ്ങനത്തെ അമ്മച്ചിമാർ എന്റെ അടുക്കൽ 10 രൂപ കൊണ്ട് തന്നിട്ടുണ്ട്, 10 rupees. എനിക്ക് തൊടാൻ പേടിയാ. കാര്യം അത് തൊട്ട് കഴിഞ്ഞാൽ തീയ എന്നെ ദഹിപ്പിച്ചു കളയും. ഞാൻ അതെടുത്ത് അതിന്റെ കൂടെ അല്പം കൂടെ പണമിട്ട് സ്തോത്രാഴ്ച പാത്രത്തിന്റെ അകത്തിടും. പക്ഷേ അത് വാങ്ങിക്കുവാൻ കാരണം എന്തുവാ? എന്റെ മേലുള്ള അനുഗ്രഹത്തിന്റെ ഒരു ഭാഗം അവരുടെ മേൽ അത് റിലീസ് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് വാങ്ങിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കത്തില്ല. എനിക്ക് പേടി അത് വാങ്ങിക്കുവാൻ. ഇതിന്റെ അകത്തിരിക്കുന്ന ഒരു സഹോദരി ആവശ്യത്തിന് വരുമാനമില്ലാഞ്ഞിട്ട് ഒരു തൂവാല, ഒരു ഹാൻഡ് കർച്ചീഫ് എന്റെ കൊണ്ട് തന്നു. വെച്ചോളാൻ പറഞ്ഞു. അതിൽ കൂടുതൽ പൈസ തരാനില്ല. 10 രൂപയുടെ ഒരു ഹാൻഡ് കർച്ചീഫ്. ഐ റിസീവ്ഡ് ഇറ്റ്. കാര്യം എന്താ? കാര്യം എന്റെ മേലുള്ള അനുഗ്രഹത്തിന്റെ ഒരു ഭാഗം അവരുടെ മേൽ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അതൊക്കെ ഒരു സൈഡിലിരിക്കട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട്. അത് കൊണ്ട് തരുമ്പോൾ പറയും, ഓ അവർക്ക് അതിന്റെ ആവശ്യം എന്തുവാ? അവർക്ക് കൊടുക്കണ്ടെന്നേ. എന്തോ പറ്റുന്നത്? വികാരത്തിൽ, ഹൃദയത്തിൽ പാസ്റ്ററുമായിട്ട് അകറ്റുവാൻ പരിശ്രമിക്കുക. ദൈവം സഭയിൽ നിയമിച്ച ഇടയനുമായിട്ടുള്ള ബന്ധത്തിൽ ഒരകൽച്ച കൊണ്ടുവരുവാൻ പരിശ്രമിച്ചാൽ യെസബേലിന്റെ ആത്മാവ് നിന്റെ മേൽ ശക്തമായി വ്യാപരിക്കും. ഇവർ അനുസരിക്കത്തുമില്ല, ഇവർ അതിനെക്കുറിച്ച് പഠിക്കത്തുമില്ല. ഇവരുടെ ബോൺ അഗൈൻ സ്റ്റേറ്റസ്, ഇവർ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ അവരുടെ സ്വഭാവത്തിൽ അത് കാണുവാനില്ല. ഒത്തിരി കാര്യങ്ങൾ ഞാൻ വിടുകയാണ്. ജസ്റ്റ് ലീവ് ഇറ്റ്. 4 effects, 4 പ്രധാനപ്പെട്ട അടയാളങ്ങൾ ഈ യെസബേൽ ശക്തി വന്നാൽ കാണുവാൻ സാധിക്കും. 4 രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിലുണ്ട്. ഒന്നാമത്തെ ഈ യെസബേൽ ശക്തി ഒരാളെ ആക്രമിച്ചു കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചറിയാം? ഒന്നാമത്തെ കാര്യം വേഴ്സ് നമ്പർ 1 to 3, 1, 2, 3 വാക്യങ്ങൾ, അല്ലെങ്കിൽ 1, 2, 3 വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾകൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഈസബേലിനോട് പറഞ്ഞു. ഈസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്കുൾപ്പെട്ട ബെർഷേബയിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. 450 പ്രവാചകന്മാരെയും 400 പ്രവാചകന്മാരെയും ഒറ്റയ്ക്ക് നിന്ന് കൊല്ലുവാൻ ധൈര്യമുണ്ടായിരുന്നവൻ. മനസ്സിന്റെ ധൈര്യം ഒന്ന് ആലോചിച്ചു. അത്രയും ധൈര്യമുള്ളവൻ ഒറ്റ വാക്കിന്റെ മുൻപിൽ ഭയപ്പെട്ടു പോയി. എന്റെ ജീവിതത്തിൽ ഭയം വന്നിട്ടുണ്ട്. എനിക്ക് ചില ഏരിയാസിൽ പോകാൻ പേടിയായിരുന്നു. ഒരു കാരണവുമില്ല, പേടി. കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ച അനേകർ പറഞ്ഞു, പക്ഷെ എന്തുവാന്ന് അറിയത്തില്ല, ഭയങ്കര പേടിയാ. മറക്കല്ല, യെസബേൽ ശക്തിയുടെ അറ്റാക്കിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും. 2, അത് 4-5 വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ സാധിക്കും. 2, ഐസൊലേഷൻ. എനിക്കിനി ആരുമായിട്ടും കമ്പനി വേണ്ട, ഒറ്റയ്ക്ക് ഇരിക്കുക. ഒറ്റയ്ക്ക് ഏകാന്തതയിൽ പ്രാർത്ഥനയിലിരിക്കുന്ന നല്ലതാ. പക്ഷേ ഒറ്റയ്ക്ക് കർത്താവേ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുക, ദൈവത്തോടു കൂടി ഇരിക്കുകയല്ല, ഒറ്റയ്ക്ക് ഇരിക്കുക. നോ, നിങ്ങൾ എവിടെയോ യെസബേലിന്റെ അറ്റാക്കിൽ വന്നുപോയി. 3, കിടന്നുറങ്ങിയാൽ മതി. ഇനി 5-ാം വാക്യത്തിലുണ്ട്, ചൂരച്ചെടിയുടെ തണലിൽ പോയി കിടന്നങ്ങ് ഉറങ്ങുകയാണ്. ഇന്നലെ ഞാൻ ഒരു മെസ്സേജ് കേൾക്കുകയായിരുന്നു, ഒരു പാസ്റ്റർ റോബർട്ടിന്റെ മെസ്സേജ്, അമേരിക്കയിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ മെസ്സേജിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എനിക്ക് അതിനകത്ത് ഒരു ഡെലിവറൻസ് ആവശ്യമായിരുന്നു. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാ, നിങ്ങളുടെ പട്ടണത്തിലായിരിക്കുമ്പോൾ, നിങ്ങൾ ശുശ്രൂഷിക്കുന്ന സ്ഥലത്തായിരിക്കുമ്പോൾ ഭയങ്കര ക്ഷീണം, പ്രാർത്ഥനയ്ക്കിരുന്നാൽ ഉറക്കം, എന്ത് ചെയ്താലും ഭയങ്കര തടസ്സം. പക്ഷേ വെളിയിൽ ആ പട്ടണം വിട്ടു പോയി കഴിഞ്ഞാൽ ക്ഷീണവുമില്ല, ഭയങ്കര ഉന്മേഷവും ആരോഗ്യമാണ്. എത്ര പേര് അനുഭവിക്കുന്നു? 10,000 പാസ്റ്റേഴ്സ് ഇരിക്കുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു. അതിൽ പലരും കൈപൊക്കി. നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം, യെസബേലിന്റെ അറ്റാക്ക് വന്നാൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ തളർത്തിക്കളയുന്ന, ശരീരത്തെ തളർത്തിക്കളയുന്ന ഒരു ശക്തി ഈ യെസബേലിന്റെ അറ്റാക്കിലുണ്ട്. ഒടുവിലായി ഡിപ്രഷൻ. എന്റെ ജീവൻ അങ്ങ് എടുത്താൽ മതി, ഇനിയും ഞാൻ ഇവിടെ ഇല്ല, ഇനി ഞാൻ ശുശ്രൂഷയിൽ തുടരുന്നില്ല, ഇനിയും എനിക്കിതൊന്നും വേണ്ട, എല്ലാം ഇട്ടേച്ചു പോകുകയാണ്. ഏലിയാവിന് സംഭവിച്ചതാ പറയുന്നത്. പലരുടെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു കാര്യം അറിയണം, യെസബേൽ ഒരു പക്ഷേ അതിന്റെ ശക്തി നമുക്ക് വിരോധമായി എടുക്കുന്നെങ്കിൽ ഇന്നതിനെ ശാസിച്ച് സഭയായി നമ്മൾ ജയമെടുക്കുവാൻ പോകുകയാണ്. എങ്ങനെ ജെസബേലിനെ ഫേസ് ചെയ്യണം? 2 ചോദ്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ പോകുക. 2 ചോദ്യങ്ങൾ. 1, ഹൗ ടു ഫേസ് ജെസബേൽ. ഈ യെസബേലിന്റെ ശക്തിയെ എങ്ങനെ നേരിടണം? ബി ഗ്രേഷ്യസ് വിത്ത് എ പേഴ്സൺ ബട്ട് നോട്ട് വിത്ത് എ സ്പിരിറ്റ്. യേശു പറഞ്ഞു, നിങ്ങളുടെ വാക്കുകൾ കൃപയുള്ളതായിരിക്കട്ടെ. അതെ, വ്യക്തികളോട് സംസാരിക്കുമ്പോൾ കൃപയുള്ള വാക്കുകൾ മാത്രമേ ആകാവൂ. പക്ഷേ പിശാചിനോട് സംസാരിക്കുമ്പോൾ കൃപയുടെ വാക്കല്ല, അധികാരത്തിന്റെ വാക്കാണ് ഉപയോഗിക്കേണ്ടത്. യെസബേലിന്റെ ശക്തിയോ? ഓക്കെ, മുന്നോട്ട് പോകാം. പലരും കൗൺസിൽ ചെയ്യാൻ നോക്കും. സിസ്റ്റർ, ഈ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ, ബ്രദറെ ആ ചെയ്യുന്നത് അങ്ങനല്ല ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യുന്ന കാര്യം തെറ്റാണ്. കൗൺസിലിംഗ് വിൽ നോട്ട് ഹെൽപ്പ്. കാര്യം നമ്മൾ ഡീൽ ചെയ്യുന്നത് ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം അല്ല, പകരം ഒരു സ്പിരിച്വൽ പ്രോബ്ലമാണ്.
വ്യക്തിപരമായി, സഭയായി, ഏരിയാസായി, ഗ്രൂപ്പ്സായി നമ്മൾ വ്യക്തികളെ കൗൺസിൽ ചെയ്താൽ ഈ പ്രശ്നത്തിന് പരിഹാരമില്ല. പകരം ആത്മീയമായി ഇതിനെ നേരിട്ടേ പറ്റത്തുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നത് ഈ സഭ 40 ദിവസം ഉപവസിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചില യെസബേൽ ശക്തികളെ ഈ ആഴ്ചകളിൽ പുറത്താക്കുവാൻ ആത്മാവിൽ സഭ ശക്തി പ്രാപിക്കുകയാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ ചില ഏലിയാവുമാർ കയറിയേ പറ്റത്തുള്ളൂ. കർമ്മേൽ പർവ്വതത്തിന്റെ പ്രത്യേകത അവിടെ ദൈവവുമായിട്ടുള്ള മുഖാമുഖമായിട്ടുള്ള സംഭാഷണമല്ല. അത് ഹോരേബില, ഓർക്കുന്നുണ്ടായിരിക്കും. ഹോരേബിൽ മോശ കയറി, ഹോരേബിൽ ഏലിയാവ് കയറി, അവിടൊക്കെയും ദൈവവുമായിട്ട് സംസാരിച്ചു. ഹോരേബ് വരെ ഓടുവാനുള്ള അപ്പം കൊടുത്തു. പക്ഷേ കർമ്മേലിന്റെ അനുഭവം ചിലർക്കുണ്ടായിരിക്കണം. ഇത് കഴിഞ്ഞ 40 ദിവസങ്ങൾ കർമ്മേലിന്റെ അനുഭവം ഇവിടെ ഉണ്ടായിരുന്നു. യെസ്, അന്ധകാരത്തിന്റെ ഇന്നലെ രാവിലെയും ഇന്നലെ വൈകിട്ടും എത്രയോ പൈശാചിക ശക്തികളെ നേരിടുവാൻ, അതിനെ ശാസിക്കുവാൻ, അതിനെ ജയിക്കുവാൻ കർമ്മേലിന്റെ മലയുടെ മുകളിലുള്ള അനുഭവം സഭയ്ക്ക് ദൈവം തന്നു. അതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പക്ഷേ യെസബേലിനെ നേരിടണമെങ്കിൽ ആദ്യമേ കർമ്മേലും, അത് കഴിഞ്ഞിട്ടൊരു യാത്രയുണ്ട്. എങ്ങോട്ടാ? ഹോരേബ് വരെ ഒരു യാത്ര. ഹോരേബിൽ ഈ ബാലിന്റെയും മറ്റുള്ള ദേവന്മാരുടെയും പ്രവാചകന്മാരെ അല്ല നേരിടുന്നത്. അവിടെ ദൈവമായിട്ടൊരു മുഖാമുഖമായ സംഭാഷണമുണ്ട്. യേഹു ഇതിന്റെ അകത്ത് ആവശ്യമാണ്. ഞാനിത് എന്റെ സമയം കഴിഞ്ഞതുകൊണ്ട് ജസ്റ്റ് പോയിന്റ് മാത്രം പറഞ്ഞ് വിടുക. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥന സ്റ്റഡി ടൈമിൽ ഡെഫിനറ്റ്ലി ഈ ആശയങ്ങൾ വെച്ച് ദൈവത്തിന്റെ വചനത്തിന്റെ ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ഒത്തിരി ആശയങ്ങൾ മനസ്സിലാവും. യേഹു ഈ യെസബേലിനെ തകർക്കുവാൻ അത്യാവശ്യമാണ്. യേഹു എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ല, ഒരു മനോഭാവമാണ്. ആഹാബ് എന്ന വ്യക്തിയുടെ മനോഭാവത്തെ കുറിച്ച് പഠിച്ചതുപോലെ യേഹു എന്ന് പേരുള്ള വ്യക്തിയുടെ മനോഭാവം ആഹാബിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ്. ആഹാബ് വളരെ പാസീവ് ആയിരുന്നു. യേഹു അങ്ങനല്ല, ഭ്രാന്തനെ പോലെ കുതിര ഓടിക്കുന്നത്. ഈസ് എ വെരി ആക്റ്റീവ് പേഴ്സൺ. ഒത്തിരി കാര്യങ്ങൾ യേഹുവിനെ കുറിച്ച് പഠിച്ചാൽ ആ ക്യാരക്ടർ, സ്വഭാവം, യേഹുവിന്റെ സ്വഭാവം വേണം. 2, കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ പ്രതാപം ഒക്കെ ജയിച്ച ചില ഷണ്ണന്മാരുണ്ടെങ്കിലേ ഇവിടെ എടുത്ത് താഴെയിടാൻ സാധിക്കത്തുള്ളൂ. തുടർന്ന് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ഞാൻ ഒത്തിരി കാര്യങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ വിടുകയാണ്. ഇതിന് ഒരു പൈശാചിക ഭൂതബാധ പോലെ പറഞ്ഞയക്കാൻ സാധിക്കത്തില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ടൊരിക്കൽ ഇതിന്റെ അകത്തൊരു വ്യക്തി വന്നു. അന്ന് എന്റെയും ഈ കാഴ്ചപ്പാടുകളൊക്കെ വളരെ ശൈശവത്വത്തിലായിരുന്നു. അന്ന് കുറെ പ്രവാചകന്മാരും കുറെ ആന്റിമാരും ഒന്നിച്ചു പറഞ്ഞു, ഈ വ്യക്തിക്കകത്ത് യെസബേലിന്റെ ആത്മാവാന്ന് പറഞ്ഞു. ഞാനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ തലയൊക്കെ വെച്ച് ശാസിച്ചു, പുറത്താക്കാൻ നോക്കി. പക്ഷെ ഒരു യെസബേലിന്റെ ആത്മാവും പോയില്ല. ഒരു കാര്യം മനസ്സിലാക്കിയത്, ഇറ്റ്സ് നോട്ട് എ പൊസഷൻ. മറ്റു പല ശക്തികളും പേര് പറഞ്ഞ് വെളിയിൽ പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെ പൊസസ് ചെയ്യുന്ന ഒന്നല്ല. പക്ഷേ നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് സഭയായി എനേറ്റ് നിന്ന് യുദ്ധം ചെയ്യേണ്ടത്. ഇതിനെ നമ്മൾ ടോളറേറ്റ് ചെയ്താൽ ഇത് നമ്മുടെ സന്തോഷം, നമ്മുടെ സമാധാനം, നമ്മുടെ ധൈര്യം മൂന്നും കവർന്നു കളയും. ഇത് നമ്മുടെ രോഗത്താൽ, ആക്സിഡന്റുകളാൽ നമ്മളെ കൊന്നുകളയും. ഇത് ഡിപ്രഷൻ ആൻഡ് ഫിയർ ഇതിട്ട് നമ്മളെ തകർത്ത് കളയും. ഇതെല്ലാം അനുഭവങ്ങൾ, ഉദാഹരണങ്ങൾ പറഞ്ഞ് പറയേണ്ടതാണെങ്കിലും പോയിന്റ് മാത്രം പറഞ്ഞു വിടുക. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കുവാൻ പോകുകയും ദയവായിട്ട് സഭയായിട്ട് നേരിട്ട് നിൽക്കാം. ഇഫ് യു ഡോണ്ട് മൈൻഡ്. കാര്യം ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് നമ്മൾ സഭയായിട്ട് വലിയൊരു ശുശ്രൂഷ ചെയ്യുവാൻ പോകുകയാണ്. സ്റ്റഡി എല്ലാം അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ മാത്രമേ ഉള്ളൂ. ഇന്ന് ഏറ്റവും പ്രധാനമായി നടക്കേണ്ടത് സഭയ്ക്ക് വിരോധമായി ഉള്ള യെസബേൽ ശക്തി അതിനെ ടോളറേറ്റ് ചെയ്യത്തില്ല, അതിനെ മാനിക്കുന്നില്ല. സഭ അതിനെ മാനിക്കുന്നില്ല, സഭ അതിന് സ്ഥാനം കൊടുക്കുന്നില്ല, സഭ അതിനെ സ്റ്റേജിൽ കയറ്റുന്നില്ല, സഭ അതിനെ സിംഹാസനത്തിൽ ഇരുത്തുന്നില്ല, സഭ അതിന് സെക്രട്ടറിയുടെയും ട്രഷററിന്റെയും സ്ഥാനം കൊടുക്കുന്നില്ല. സ്ഥാനമോ മാനമോ അധികാരമോ ഒന്നും കൊടുക്കുന്നില്ലെങ്കിലും അതിനെ നീ ടോളറേറ്റ് ചെയ്തു, അതിനെ നീ അനുവദിച്ചു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. ഇന്ന് സഭയായി ഉണരുക. കർത്താവേ, നോ, ഞങ്ങൾ യെസബേലിന്റെ ശക്തി എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എന്റെ സഹോദരി സഹോദരന്മാരുടെ ജീവിതത്തിൽ ഞങ്ങളുടെ അകത്തേക്ക് കടന്നു വരുവാൻ ആ ശക്തിയെ ഞങ്ങൾ അനുവദിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ മനോഭാവങ്ങളെ, യേശുവിന്റെ നാമത്തിൽ ആത്മീയ പോരുകളെ ശാസിക്കുവാൻ ആത്മാവിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപവസിച്ച് ബലം പ്രാപിച്ചെങ്കിൽ ആ ആത്മാവിന്റെ ശക്തിയിൽ കമോൺ, അന്യഭാഷയിൽ ചില നിമിഷങ്ങൾ ചിലർ സംസാരിക്കട്ടെ, ദൈവത്തെ സ്തുതിക്കുവാൻ ചിലർ ഉണരട്ടെ. ചില വ്യക്തി ജീവിതങ്ങളിൽ നിന്നും, സഭയുടെ അതിരുകളിൽ നിന്നും, ചെറിയ കൂട്ടങ്ങളിൽ നിന്നും, കുടുംബങ്ങളിൽ നിന്നും ഈ പൈശാചിക ശക്തി, പൈശാചിക മണ്ഡലം, യെസബേലിന്റെ ശക്തി വിട്ടുമാറുവാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യെസബേൽ ശക്തികൾക്ക് വിരോധമായി സഭയായി ഞങ്ങൾ ഉണരുകയാണ്. സഭയുടെ അതിർ വിട്ടുമാറുവാൻ
ആ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിൽ ഞങ്ങൾ ബന്ധിച്ച് അതിന്റെ മേൽ ജയമെടുക്കുകയാണ്. പിശാചേ കീഴടങ്ങ. ഞങ്ങൾ നിന്നെ ഭത്സിക്കുന്നു. ഞങ്ങളുടെ വ്യക്തികളിൽ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ കടന്നു വരാതെ, ഗ്രൂപ്പിസം ഉണ്ടാക്കാതെ, സഭയുടെ ദർശനത്തിന് വിരോധമായി സംസാരിക്കാതെ, ശുശ്രൂഷകന്മാരിൽ നിന്നും, ഇടയന്മാരിൽ നിന്നും, നേതൃവൃന്ദത്തിൽ നിന്നും അകറ്റാതെ, കയ്പിന്റെ വേരുളവാക്കാതെ, യേശുവിന്റെ നാമത്തിൽ യെസബേൽ ശക്തികൾ സഭയുടെ അതിർവിട്ട് പുറത്താകുവാൻ കൽപ്പിക്കുന്നു. പലതും ദൈവാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുക. കമോൺ, ചില നിമിഷങ്ങൾ കൂടെ കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ വ്യക്തികളെ, കുടുംബങ്ങളെ, ജോലി സ്ഥലങ്ങളിൽ നിന്നും, ചെറിയ ഏരിയകളിൽ നിന്നും, ഗ്രൂപ്പ്സിൽ നിന്നും, സഭയ്ക്കകത്തു നിന്നും, ഞങ്ങളുടെ ദേശത്ത് നിന്നും ഈ ശക്തികൾ വേരുപിടിക്കാതെ, ഇതിന്റെ ശക്തികൾ കൂട്ടങ്ങളിൽ വേരുപിടിക്കാതെ പുറത്തു പോകുവാൻ നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ സഭയായി ഞങ്ങൾ നിനക്ക് വിരോധമായി ഈ നിമിഷം വരികയാണ്. Thank you Lord. ദൈവിക പ്രവർത്തികൾ ഇവിടെ മാത്രമല്ല കർത്താവേ, ഇവിടെ വന്നിരിക്കുന്ന ദൈവദാസന്മാരുടെ സഭയിൽ, ഇവിടെ ആയിരിക്കുന്ന അനേകരുടെ ജോലി മണ്ഡലങ്ങളിൽ, അവരുടെ ഏരിയകളിൽ, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യെസബേലിന്റെ ശക്തികൾ ഉയരുമ്പോൾ ആധിപത്യം സ്ഥാപിക്കുവാൻ, ഒതുക്കി കളയുവാൻ, ജീവിതത്തെ തകർത്ത് കളയുവാൻ, ഭാവിയെ തകർത്ത് കളയുവാൻ, കുടുംബത്തെ തകർത്ത് കളയുവാൻ, അറിഞ്ഞും അറിയാതെയും കർത്താവേ ഞങ്ങൾ അറിവില്ലാത്തവരാൽ, ശത്രുവിന്റെ തന്ത്രങ്ങളെ കുറിച്ച് അറിവില്ലാത്തവരായി അതിന്റെ പിടിയിൽ പെട്ടുപോകാതെ, അതിന്റെ ആധിപത്യത്തിൽ പെട്ടുപോകാതെ, ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തയോടെ ചെയ്തെടുക്കുവാൻ, സഭയായി മുന്നേറുവാൻ യെസബേലിന്റെ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ സഭയുടെ അതിരിൽ നിന്നും പുറത്താക്കുകയാണ്. സഭയുടെ പ്രാർത്ഥന സ്വർഗം കേട്ടിരിക്കുകയാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. യെസ് ലോർഡ്, ഇന്ന് പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി തന്നിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ വിശ്വസിക്കുന്നവർ എല്ലാവരും ചേർന്ന് പറയട്ടെ, ആമേൻ, ആമേൻ. സ്നേഹനാഥ, നന്ദിയേകും നന്മയ്ക്കായി. യേശുവേ സ്നേഹനാഥ, നന്ദിയേ